ഈ പരിശുദ്ധ അമ്മയുടെ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ ലഭിച്ച അനുഗ്രഹത്തെ ഓർത്ത് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. എൻ്റെ പേര് ശ്രീജ റോസ്മേരി, തിരുവനന്തപുരം കരമന സെൻറ്റ് മേരീസ് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 2/10/2023 എൻ്റെ അമ്മയ്ക്ക് 5 വർഷത്തിൽ കൂടുതലായി ബ്ലീഡിങ് ഉണ്ടായിരുന്നു. പല ഡോക്ടേഴ്സിനെ കാണിച്ചു, പല വിധത്തിലുള്ള ടെസ്റ്റുകളും ചെയ്തു. ആരും ഒരു ഡയഗ്നോസും ചെയ്തിട്ടില്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിയോഗം വെച്ചതിൻ്റെ ഫലമായി നിയോഗം വയ്ക്കുകയും തൈലവും ഉപ്പും വിശ്വാസ പ്രമാണത്തോടുകൂടി ചൊല്ലി അമ്മയ്ക്ക് തൈലം പൂശുകയും ചെയ്തു. പിന്നെ സ്റ്റോളിൽ നിന്ന് കിട്ടിയ നീലത്തിരിയും ഉപയോഗിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന പറയുകയും കാശ് രൂപം കൊടുത്ത് പ്രാർത്ഥിക്കുക. എല്ലാ ദിവസവും രാവിലെ അമ്മയും പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ നിന്ന് പോയി ഒരാഴ്ചയ്ക്കുള്ളിൽ തന്നെ പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. ഇന്ന് വരെയും പിന്നെ ബ്ലീഡിങ്ങിൻ്റെ ഒരു ബുദ്ധിമുട്ടും അമ്മയ്ക്ക് ഉണ്ടായിട്ടില്ല. 2024 ജൂണിൽ അമ്മയ്ക്ക് വീണ്ടും ഒരു വയറുവേദന വന്നു. 2-3 ദിവസം ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചു. വേദന, പെയിൻ കില്ലർ, ഇഞ്ചക്ഷനൊക്കെ എടുത്തു. ഒരു കുറവും ഉണ്ടായില്ല. USG സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ ഡൗട്ട് പറഞ്ഞു, ക്യാൻസർ ആവാനാണ് ചാൻസ് ഓവറിയിൽ, നമുക്ക് ഫർദർ ടെസ്റ്റുകൾ നോക്കണം, ഗൈനക് ഡോക്ടറിനെ കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ഗൈനക് ഡോക്ടറിനെ കാണിച്ചു. മാഡം ഒരു MRI സ്കാനും ബ്ലഡ് ടെസ്റ്റുകളെല്ലാം എഴുതി. MRI സ്കാനിങ്ങിന് പോകുന്നതിന് മുന്നേ വയറിൽ വിശ്വാസ പ്രമാണത്തോടു കൂടെ തൈലം പൂശി പ്രാർത്ഥിക്കുകയും MRI സ്കാനിങ് സെൻറ്ററിൻ്റെ ഫ്രണ്ടിൽ ഉപ്പിട്ട് പ്രാർത്ഥിച്ച് സ്കാനിങ്ങിന് പോവുകയും ചെയ്തു. അമ്മ സ്കാൻ ചെയ്യുന്ന സമയത്ത് പുറത്ത് ജപമാല ചൊല്ലി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. റിസൾട്ട് വന്നപ്പോൾ അമ്മയ്ക്ക് ഒരു കുഴപ്പവുമില്ല. 5 ദിവസത്തെ മരുന്ന് മാത്രമേ വേണ്ടി വന്നുള്ളൂ. കാരണം സിസ്റ്റം ലീഷനൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടോ എന്ന് ഡോക്ടറിന് ഡൗട്ടുള്ളത് കാരണം 5 ദിവസത്തെ മരുന്നോടുകൂടെ വേറെ ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ ഇന്ന് വരെയും ഇതിൻ്റെ പേരിൽ അമ്മയ്ക്ക് ഡോക്ടറിനെ കാണേണ്ടി വന്നിട്ടേ ഇല്ല. എൻ്റെ മകൾ എവലിന ഷിബു, അവൾക്ക് 2.5 വയസ്സ് മുതൽ വിട്ടുമാറാത്ത ചുമയും അലർജിയും അങ്ങനെയൊക്കെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളുണ്ട്. മാസത്തിൽ 1 തവണയ്ക്കേ കുളിക്കാനൊക്കെ പറ്റത്തുള്ളൂ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവൾക്ക് ഒരു വകയും കഴിക്കാൻ പറ്റത്തില്ല. തണുപ്പുള്ളത് കഴിക്കാൻ പറ്റത്തില്ല, പുളിപ്പുള്ളത് കഴിക്കാൻ പറ്റത്തില്ല, ചോക്ലേറ്റ്സ്, അങ്ങനെ ഒരു വിധത്തിലുള്ള ഒരു ആഹാരങ്ങളും കഴിക്കാൻ പറ്റത്തില്ല. എല്ലാ ദിവസവും ഡോക്ടേഴ്സിനെ കൊണ്ട് കാണിക്കും. എല്ലാ മാസവും ആൻറ്റിബയോട്ടിക് കൊടുക്കും. 10 ദിവസം അലർജിയുടെ മരുന്ന് കൊടുത്ത് ഒരാഴ്ച വലിയ കുഴപ്പമില്ലാതെ പോകും. വീണ്ടും ഡോക്ടറിന് അസുഖം വന്ന് ഡോക്ടറെ കാണിക്കും. 20 ദിവസത്തോളം എഴുതും. വീണ്ടും ഇങ്ങനെ തന്നെ. അങ്ങനെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഒരാഴ്ചയിൽ കൂടുതൽ ഇവർക്ക് ഉടമ്പടി തൈലവും ഉപ്പും എല്ലാ വിശ്വാസ പ്രമാണത്തോടു കൂടെ ചൊല്ലിക്കൊടുത്തതിന് ശേഷം ഡോക്ടർ അതിനിടയിൽ പറഞ്ഞായിരുന്നു ലൈഫ് ലോങ് ഇൻഹേലറും കൂടെ എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വിശ്വാസ പ്രമാണത്തോടു കൂടി ഉപ്പും തൈലവും ഒക്കെ കൊടുത്തതിന് ശേഷം അവർക്ക് ഇന്ന് വരെ ഈ വീസിങ്ങോ അലർജിയുടെ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇതുവരെ വന്നിട്ടില്ല. ഇതിൻ്റെ പേരിൽ ഇന്ന് വരെ ഡോക്ടറിനെ കാണിക്കേണ്ടി വന്നിട്ടില്ല. എല്ലാ ദിവസവും ഇപ്പോൾ കുളിക്കാൻ പറ്റും. ആഹാരങ്ങൾ എന്ത് വേണമെങ്കിലും അവൾക്ക് കഴിക്കാം. എല്ലാ ക്ലൈമറ്റോടു കൂടി അവൾ ഉൾപ്പെട്ട് എല്ലാ കാര്യങ്ങൾക്കും അവൾക്ക് ചെയ്യാനും പറ്റുന്നുണ്ട്. സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്, പഠിക്കാനും കഴിയുന്നുണ്ട്. ഇതേ കണക്ക് കഴിഞ്ഞ ഫെബ്രുവരിയിൽ രാവിലെ അവൾ എണീക്കുമ്പോൾ ഭയങ്കരമായിട്ട് പനിയോടുകൂടെ എണീറ്റ്. ഞാൻ നല്ല ടെമ്പറേച്ചർ ഉള്ളത് കാരണം പീഡിയാട്രിഷനെ കാണിച്ചപ്പോൾ പീഡിയാട്രിഷ്യൻ പറഞ്ഞു വൈകുന്നേരം വരെ ടെമ്പറേച്ചർ നിൽക്കുവാണെങ്കിൽ നമുക്ക് അഡ്മിറ്റ് ചെയ്യേണ്ടി വരും, ബ്ലഡ് ടെസ്റ്റ് എടുക്കേണ്ടി വരും. അങ്ങനെ നല്ല വിഷമത്തോടു കൂടെ വീട്ടിൽ വന്നു. അന്ന് തന്നെ അപ്പോഴേക്കും എൻ്റെ ഹസ്ബൻഡും ഉടമ്പടിയിലാണ്. അപ്പോൾ ചേട്ടൻ സന്ധ്യാപ്രാർത്ഥന വലിയ കുഴപ്പമില്ലാതെ വൈകുന്നേരം വരെ പോയി. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞപ്പോൾ വീണ്ടും പനി നന്നായിട്ട് കൂടി. ഹസ്ബൻഡ് അപ്പം തന്നെ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസ പ്രമാണത്തോടു കൂടെ ചൊല്ലിയിട്ട് പറഞ്ഞു, മാതാവ് അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ മകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ, കാരണം ഇവിടെ കുഞ്ഞിലേക്ക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത് കുത്തിയിട്ടൊക്കെ ഉള്ളതിൻ്റെയൊക്കെ വിഷമങ്ങളൊക്കെ ഉള്ളത് കാരണം ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ മാതാവ് ഈ അസുഖം പൂർണ്ണമായും ഭേദപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അതേ ഫലമായി അമ്മ കൂടെ തന്നെ ഉണ്ടായിരുന്നു. രാവിലെ ആകും തോറും അവൾക്ക് ഒരു പനി ഉണ്ടായിരുന്നില്ല. പിന്നെ ഡോക്ടേഴ്സിനെ കാണിക്കേണ്ടി വന്നിട്ടില്ല. ഇന്ന് വരെയും ഈ നിമിഷം വരെയും അവൾക്ക് ഒരു ഡോക്ടേഴ്സിനെയും അവളെ കാണിച്ചിട്ടില്ല. ഏതാണ്ട് ഒരു 6 മാസത്തോളമായി അവൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് ഇതെൻ്റെ മകളുടെ കൂടെ പഠിക്കുന്ന കുട്ടിയാണ് ദൃശ്യ. അവൾക്ക് 2024 ജൂണിൽ ഗുലിയൻ ബാരി സിൻഡ്രോം ആയിട്ട് വന്നു. 8-9 ദിവസത്തിൽ കൂടുതൽ ICUയിൽ കിടന്നു. അവൾക്ക് റിക്കവർ ആവാൻ നല്ല പാടായിരിക്കും, നടക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം 1,00,000 ഒരാൾക്ക് വരുന്നൊരു അസുഖമാണ്. കൂടുതൽ അവളുടെ അമ്മ പറയും. ആദ്യം തന്നെ മാതാവിൻ്റെ തിരുസന്നിധിയിൽ നിൽക്കാൻ എനിക്ക് അനുവാദം കിട്ടിയതിന് ഞാൻ നന്ദി പറയുന്നു. 2024 ജൂൺ മാസത്തിൽ 14-ാം തീയതി എൻ്റെ മോൾക്ക് പനിയായിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. പനി 102 ഡിഗ്രി കൂടുതൽ പനി ആയതുകൊണ്ട് അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അഡ്മിറ്റ് ചെയ്തു. 4 ദിവസമായിട്ടും കുഞ്ഞിന് പനി മാറുന്നില്ല, അവൾ എഴുന്നേറ്റ് നടക്കുന്നില്ല, യാതൊരുവിധ വ്യത്യാസവും കാണുന്നില്ല. അപ്പോൾ ഡോക്ടർ പറയുകയാണ് അത് വൈറൽ പനിയാണ്, അതിൻ്റെ പ്രശ്നങ്ങളാണ് എന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ ഡോക്ടർ വരുമ്പോൾ പറയാണ് കുഞ്ഞ് നടക്കുന്നില്ല.
അങ്ങനെ ഡോക്ടർ പറഞ്ഞു എങ്കിൽ ന്യൂറോയെ കാണിക്കാം. ന്യൂറോയുടെ ഡോക്ടർ വന്ന് നോക്കിയിട്ട് പറയുകയാണ് ഇത് എന്തോ GBS പോലത്തെ എന്തോ അസുഖമാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിൻ്റെ ടെസ്റ്റുകളെല്ലാം എടുത്തു. 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഡോക്ടർ വന്ന് പറയുകയാണ് മോളെ ഉടനെ ICUലോട്ട് മാറ്റണമെന്ന്. ഞാൻ ICUയിൽ കൊണ്ടുപോയി. അന്ന് രാത്രി ആണ് ഹെബിലിൻ്റെ അമ്മയെ വിളിക്കുന്നത്. ചേച്ചിയെ വിളിച്ചിട്ട് ഞാൻ കരയുകയാണ്, ഇങ്ങനെയാണ് ചേച്ചി എന്ന് പറഞ്ഞപ്പോൾ ചേച്ചി പറഞ്ഞു ഞാൻ വാട്സപ്പിൽ നിനക്കൊരു പ്രാർത്ഥന അയച്ചു തരാം, നീ അത് ഒന്ന് കേൾക്കണം, നീ അതുപോലെ ഒന്ന് പറഞ്ഞ് മോളുടെ അടുത്തിരുന്ന് നീ അതൊന്ന് പറയണമെന്ന് പറഞ്ഞു. 2 ദിവസം ഞാൻ മോളുടെ അടുത്തിരുന്ന് പറഞ്ഞു. ഞാൻ യൂട്യൂബിൽ നോക്കി മാതാവിൻ്റെ ഇവിടുത്തെ സാക്ഷ്യങ്ങളെല്ലാം കേട്ടു. ഞാൻ പ്രാർത്ഥന നിരന്തരം ഇങ്ങനെ എൻ്റെ മോളടുത്ത് നിന്ന് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഓഫീസിൽ ചേച്ചി വന്നിട്ട് എൻ്റെ മോളെ കാണാൻ വന്നപ്പോൾ എനിക്കൊരു കൊന്ത കൊണ്ട് തന്നിട്ട് എൻ്റെ മോളുടെ അടുത്ത് വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. അന്ന് വൈകുന്നേരം എൻ്റെ ഡോക്ടർ വന്ന് പറയുകയാണ് മോളെ നമുക്ക് റൂമിലോട്ട് മാറ്റാം. അപ്പോഴും അവൾ എഴുന്നേറ്റ് നടക്കുന്ന ഒന്നുമില്ല. അന്നും രാത്രി ഞാൻ റൂമിൽ വന്നിട്ട് ഞാൻ എൻ്റെ മോളെടുത്ത് ചേച്ചി തന്ന പ്രാർത്ഥന ഞാനിരുന്ന് പറയുകയാണ്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഡോക്ടർ പറയുകയാണ് ഒന്നുകിൽ 4 മാസം അല്ലെങ്കിൽ 4 വർഷമാവും കുഞ്ഞ് എഴുന്നേറ്റ് നടക്കാൻ. ഹൈ ഡോസിലുള്ള 4 ഡോസ് മരുന്ന് എൻ്റെ മോളുടെ ശരീരത്തിൽ കുത്തിവെച്ചിട്ടും അവൾക്ക് യാതൊരുവിധ മാറ്റവും ഉണ്ടായില്ല. പക്ഷേ 4ാമത്തെ ഡോസ് എടുത്ത് പിറ്റേ ദിവസം രാവിലെ എൻ്റെ മോൾ ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അവൾ നടക്കുകയും ഓടുകയൊക്കെ ചെയ്തു. അത് ഞാൻ ഈ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് ഞാൻ ഇപ്പോഴും ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എനിക്ക് മാതാവിൻ്റെ അടുത്ത് വരണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാനൊരു ഹിന്ദുവാണ്, അപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എന്നിട്ടും ഞാൻ വന്നു. ആദ്യത്തെ തവണ വന്ന് മാതാവിനെ കണ്ടിട്ട് പോയി. 2ാമത്തെ തവണ ഞാൻ ചേച്ചിയുടെ കൂടെ വന്നു, ഉടമ്പടി എടുത്തു. ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുന്നത് 2ാമത്തെ ഉടമ്പടി പുതുക്കിയിട്ടാണ് നിൽക്കുന്നത്. എൻ്റെ കൂടെ മാതാവുണ്ടെന്ന് ഞാൻ പൂർണ്ണമായിട്ടും വിശ്വസിക്കുന്നു. നന്ദി. 3 വർഷത്തിലേറെയായി എൻ്റെ വീട് ഒരു ഭവനം പണിയുകയായിരുന്നു. അത് നന്നായി തന്നെ മാതാവ്, ഞാൻ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഇടയ്ക്ക് പണി സ്ട്രക്ചർ കഴിഞ്ഞപ്പോൾ നിർത്തേണ്ടി വരുമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ എങ്ങനെയൊക്കെയെന്ന് അറിയില്ല, മാതാവ് എല്ലാ വിധത്തിലും സഹായിച്ചു. നല്ലൊരു ഭവനം, ഒരു 3 നില കെട്ടിടം പണിത് നന്നായിട്ട് പാല് കാച്ചി അതിൽ തന്നെയാണ് ഞങ്ങളിപ്പോൾ താമസിക്കുന്നത്. ആ ഭവനത്തിന് കൃപാസനം എന്ന് പേരിട്ടിട്ടുണ്ട്. അതിന് ഭവനം തന്ന് അനുഗ്രഹിച്ച അമ്മയ്ക്കും തിരുക്കുമാരനും ഒരുപാട് നന്ദി. അതേ കണക്ക് ഒരു 5-6 മാസത്തിന് മുന്നേ എൻ്റെ കാലിൻ്റെ മുട്ട് എപ്പോഴും തെന്നി മാറിക്കൊണ്ടേയിരിക്കും. ഡോക്ടറെ കാണിച്ച് ഭയങ്കര പെയിനാണ്. ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് 8 മാസത്തോളം ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും, ഇത് കറക്റ്റായിട്ട് വരാനായിട്ട് നല്ല ബുദ്ധിമുട്ടായിട്ട് വരും, നല്ല പെയിനും ഉണ്ട്. ഡോക്ടർ അങ്ങനെ മരുന്ന് തന്ന് വിട്ടു. ഞാൻ വീട്ടിൽ വന്ന് 1 മാസം മരുന്ന് കഴിച്ചു. ഒപ്പം തന്നെ അതിൽ കൂടെ തൈലം എന്തെല്ലാം ദിവസവും പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം പൂശി 1 മാസം കഴിഞ്ഞ് റിവ്യൂവിന് പോയപ്പോൾ ഡോക്ടറിന് തന്നെ അതിശയമാണ്, കംപ്ലീറ്റ് അത് മാറിയിട്ടുണ്ട്, 8 മാസത്തെ മരുന്ന് വേണ്ടി വരത്തില്ല എന്ന് പറഞ്ഞു. ഇപ്പം നടക്കാനൊന്നും ബുദ്ധിമുട്ടില്ല, വേദനയുമില്ല. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞങ്ങൾ അനാഥാലയത്തിലും ഓട്ടിസം ബാധിച്ച കുട്ടികളുള്ള അനാഥാലയങ്ങളിലൊക്കെ പോയി അവർക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ ആവുന്ന വിധത്തിൽ വാങ്ങിക്കൊടുക്കും. റോഡരികത്തിരിക്കുന്നവർക്കൊക്കെ ഫുഡ് ഞങ്ങൾ വീട്ടിൽ നിന്ന് എന്നെ പ്രിപ്പയർ ചെയ്ത് വിശ്വാസ പ്രമാണം ചൊല്ലി അതിൽ നിന്ന് ഒരു ഉപ്പോ അല്ലെങ്കിൽ തൈലമോ അതിനകത്ത് പ്രാർത്ഥിച്ച് ഉപയോഗിച്ച്, കാരണം ഇത് ആർക്ക് കിട്ടിയാലും അവർക്ക് രോഗസൗഖ്യവും അവരാഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി എല്ലാ റോഡിൻ്റെ അരികത്തുള്ളവർക്കും വിശക്കുന്നവർക്കും മരുന്ന് വേണമെന്ന് ഞങ്ങളടുത്ത് വന്ന് പറയുന്നവർക്കും ഞങ്ങളാൽ കഴിയുന്ന വിധം സഹായിക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞങ്ങൾ കൃപാസന പത്രം വാങ്ങിച്ച് കഴിഞ്ഞ ദുഃഖവെള്ളി സമയത്ത് കുരിശുമലയിൽ 9ാം സ്ഥലം വരെ ഞങ്ങൾ 28 കെട്ട് പത്രവും കൊണ്ട് നടന്ന് കയറി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേ കണക്ക് ഒരുപാടെടുത്ത് RCC ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിലും ഒക്കെ ആയിട്ട് തിരുവനന്തപുരത്തായത് കാരണം ആ ഹോസ്പിറ്റലിൻ്റെ സൈഡുകളിലൊക്കെ എല്ലാവരെയും കണ്ട് ഒരുപാട് നേരം പ്രാർത്ഥിച്ച് ആ പത്രങ്ങൾ കൊടുത്ത് പിന്നെ എല്ലാ ദിവസവും ഡെയിലി ബ്രീഡ് കൂടും, ധ്യാനം കൂടും, സാക്ഷ്യങ്ങൾ കേൾക്കും, അതെല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ആത്മീയമായി നല്ലൊരു വളർച്ചയാണ് ഞങ്ങളുടെ കുടുംബത്തിലുണ്ടായത്. ഞായറാഴ്ച മാത്രം പള്ളിയിൽ പോയിക്കൊണ്ടിരുന്ന ഞങ്ങൾ എല്ലാ ദിവസവും ഇപ്പോൾ രാവിലെ 5 മണിക്ക് എണീറ്റ് ജപമാല ചൊല്ലി ഡെയിലി ബ്രീഡും കഴിഞ്ഞ് കുർബാനയ്ക്ക് പോയിട്ട് വന്നിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം, മോളെ സ്കൂളിൽ വിടുന്നത് വരെ അത് കഴിഞ്ഞിട്ടാണ്. അത് ഒരു മുടക്കവും വരുത്തുന്നില്ല. സന്ധ്യാപ്രാർത്ഥനയ്ക്കും എവിടെയൊക്കെ പോയെന്ന് പറഞ്ഞിരുന്നാലും സന്ധ്യാപ്രാർത്ഥന എല്ലാം ചൊല്ലി തീർന്നതിന് ശേഷം മാത്രമേ എത്ര രാത്രിയായാലും ഞങ്ങൾ ഉറങ്ങത്തുള്ളൂ. ഇത്രയും അനുഗ്രഹം ലഭിച്ച അനുഗ്രഹം തന്ന പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. യേശുവേ സ്തുതി, സ്തോത്രം, ഹല്ലേലൂയ. ജെറമ്യാ പ്രവാചകൻ്റെ പുസ്തകം 30:17. ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും, നിന്റെ മുറിവുകൾ സുഖപ്പെടുത്തും,
കർത്താവ് അരുളി ചെയ്യുന്നു, അവർ നിന്നെ പൃഷ്ട എന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിച്ചുവല്ലോ. യേശുവിൽ പ്രിയമുള്ളവരെ, ശ്രീജ റോസ്മേരി തിരുവനന്തപുരത്തിൻ്റെ സാക്ഷ്യമാണ് നമ്മളോട് പറഞ്ഞത്. ഉടമ്പടി ജീവിതത്തിലൂടെ അവർക്ക് കിട്ടിയ കാര്യങ്ങൾ: ഒന്നാമത്തേത് അമ്മയുടെ അസുഖം, രണ്ടാമത്തേത് കുഞ്ഞിൻ്റെ രോഗം, മൂന്നാമത്തേത് ഫ്രണ്ടിൻ്റെ മുകളിലുണ്ടായിരുന്ന അസുഖങ്ങൾ. വീട് 3 നില വരെ വെച്ചു കൊടുത്തു. അതിനുശേഷം പ്രേക്ഷിത പ്രവർത്തനം, കാരുണ്യ പ്രവൃത്തിയും ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും കുമ്പസാരവും വചനവായനയും കുടുംബ പ്രാർത്ഥനയിലുള്ള തീഷ്ണതയും കുറിച്ചാണ് ഈ മോള് ശ്രീജ റോസ്മേരി തിരുവനന്തപുരം നമ്മൾക്കിവിടെ അൾത്താരെ പറയുന്ന സാക്ഷ്യം. ഉടമ്പടി ജീവിതം പ്രവൃത്തിയാണ്. പ്രാർത്ഥനയേക്കാൾ ഇരട്ടി ശക്തി പ്രവർത്തിക്കാണ് കിട്ടുന്നത്. ഇതാണ് ഈശോ കണ്ടത്. ഇതാണ് അമ്മ മാതാവ് കൃപ ചൊരിഞ്ഞത് ഈശോയിൽ നിന്ന്. ഇങ്ങനെ ഉടമ്പടി ജീവിതം നിങ്ങൾ നല്ല മനസ്സോടുകൂടി തൃപ്തികരമായി മറ്റുള്ളവരെ നോക്കാതെ പരിശുദ്ധ അമ്മയെപ്പോലെ തിടുക്കത്തിൽ ചെയ്താൽ അമ്മയും നിങ്ങളുടെ കാര്യത്തിൽ തിടുക്കത്തോടുകൂടി തന്നെ എല്ലാം ചെയ്യും. അതാണ് സമയത്തിൻ്റെ അമ്മ, സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ. ഒരിക്കലും നടക്കില്ലെന്ന് പറയുന്ന കാര്യങ്ങൾ ഉടനടി സാധിച്ചതെന്ന് അമ്മ അനുഗ്രഹിക്കും നമ്മളെ ഓരോരുത്തരെയും. അതുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ എവിടെ പോയാലും രാത്രിയാണെങ്കിലും വന്ന് കുടുംബ പ്രാർത്ഥന ചെയ്യാതെ കിടക്കുകയില്ലെന്ന്. കുടുംബ പ്രാർത്ഥനയ്ക്ക് അത്രയും ശക്തിയുണ്ട്. കുമ്പസാരത്തിനും കുർബാനയ്ക്കും ഉപവാസത്തിനും വചന വായനയ്ക്കും എല്ലാം വളരെയധികം ഗൗരവത്തോടുകൂടി എടുത്ത് നിങ്ങളത് തീഷ്ണതയോടുകൂടി നല്ല മനസ്സോടുകൂടി അമ്മയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഈ ശ്രീജയെ പോലെ നമ്മൾക്ക് അമ്മ ഈ ഉടമ്പടി അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഇടവരുത്തും. ഉടമ്പടി എടുത്തവർ അത് വിനയത്തിന് ചെയ്യാൻ പരിശുദ്ധമ്മ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് പറഞ്ഞ് ചെയ്താൽ അമ്മ നിങ്ങളെ കൈവിടത്തില്ല. അങ്ങനെ നിങ്ങൾക്കും വന്ന് ഈ സാക്ഷ്യം പറയാൻ സാധിക്കും. നിങ്ങൾക്കെതിരെ വരുന്ന എല്ലാ ശത്രുക്കളുടെ മേലും അങ്കുല ചലനം കൊണ്ട് തറ പറ്റിക്കാൻ ശക്തിയുള്ള കർത്താവിലാണ് നിങ്ങൾ പ്രത്യാശിക്കണം എന്നുള്ള വലിയ ബോധ്യത്തോടുകൂടി ഉടമ്പടി ജീവിതം മുന്നോട്ട് പോയാൽ പരിശുദ്ധ അമ്മയും ഈശോയും നിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് നിങ്ങളെയും ഇതുപോലെ സാക്ഷ്യം പറയുവാൻ ഇടവരുത്തും. ഈ ശ്രീജ മോൾക്ക് കൊടുത്ത വലിയ കൃപയ്ക്കും അവളുടെ ഫ്രണ്ടിന് കൊടുത്ത അനുഗ്രഹത്തിനും അവരുടെ അമ്മയ്ക്ക് കിട്ടിയ വൻ കൃപയ്ക്കും അവർക്കൊരിക്കലും നടക്കില്ലെന്ന് കരുതിയ ഒരു ഭവനം, 3 നിലയുള്ള ഒരു ഭവനം അവർക്ക് അമ്മ വെച്ചു കൊടുത്തു. ഭവനമില്ലാതിരുന്ന വിഷമിക്കുന്ന ആ അവസ്ഥ അമ്മ മാതാവിനറിയാം. അങ്ങനെ അമ്മ അവർക്ക് കൊടുത്തു. ഇതെല്ലാം ചെയ്തു കൊടുത്ത ഈശോയ്ക്കും അമ്മ മാതാവിനും കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാം. ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ അമ്മ വഴി ഈശോ എൻ്റെ കുടുംബത്തിനും എൻ്റെ പൈതലിനും തന്ന അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുന്നതിനാണ് ഞാനിന്ന് ഈ ആൾത്താരയിലായിരിക്കുന്നത്. ഇതെൻ്റെ 2ാമത്തെ ഉടമ്പടി സാക്ഷ്യമാണ് ഈ ആൾത്താരയിൽ വെച്ച്. ഇത്ര അനുഗ്രഹങ്ങൾ തന്ന അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി സമർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ സാക്ഷ്യത്തിലേക്ക് കടക്കട്ടെ. ഞാൻ റീന ബാബു, നിലമ്പൂരിൽ നിന്ന് വരുന്നു. 2022 ഒക്ടോബർ 26-ാം തീയതിയാണ് ഞാനിവിടെ തീർത്ഥാടന ഉടമ്പടിക്കായി കടന്നു വരുന്നത്. അത് ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ബിടെക് പഠിക്കുന്ന എൻ്റെ മകന് ഹോസ്റ്റൽ ഫുഡിൽ നിന്നുണ്ടായ ചില അലർജി മൂലം അവന് വയറിന് നിരന്തരമായിട്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ കാരണം അറ്റൻഡൻസ് തികയ്ക്കുവാൻ കഴിയാതെ അവൻ്റെ പഠനം ഉപേക്ഷിച്ച് തിരികെ പോരേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ ഏറെ വിഷമത്തോടുകൂടി ഇരിക്കുന്ന സാഹചര്യത്തിലാണ് യൂട്യൂബിലൂടെ കൃപാസനത്തെക്കുറിച്ച് ഞാൻ അറിയുന്നതും ഇവിടെ ഇപ്രകാരം ഒരു തീർത്ഥാടന ഉടമ്പടി ഉണ്ടെന്ന് അറിയുന്നതും. അതിനെക്കുറിച്ച് കൂടുതൽ സെർച്ച് ചെയ്തപ്പോൾ സാക്ഷ്യങ്ങൾ നിരന്തരമായി എനിക്ക് ലഭിക്കുകയുണ്ടായി. അതിൽ ഉൾക്കൊണ്ട ഊർജത്തോടെയാണ് ഞാനിവിടെ കടന്നു വരുന്നതും എൻ്റെ മകൻ്റെ വിഷയത്തെ സമർപ്പിച്ചുകൊണ്ട് ഉടമ്പടി എടുക്കുന്നതും. ആ ഉടമ്പടിയെ തുടർന്ന് ഇവിടെ നിന്ന് ലഭിച്ച ഉപ്പ്, തൈലം, നേർച്ച വസ്തുക്കളായ തേന്, ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് മെഡിസിനെ കഴിഞ്ഞ് ഉപരിയായിട്ട് അവൻ്റെ ജീവിതത്തിൽ അവൻ്റെ പഠനം തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അവനെ സഹായിച്ചത്.
അവന് പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും. പരീക്ഷ എടുക്കുന്ന സമയങ്ങളൊക്കെ അവന് അറ്റൻഡൻസ് നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കടന്നു വരുന്നുവെങ്കിലും ഏറെ ബുദ്ധിമുട്ടാതെ അവൻ്റെ പഠനം നല്ല രീതിയിൽ പൂർത്തീകരിക്കുവാൻ അമ്മ മാതാവിനോടുള്ള പ്രാർത്ഥനയും കർത്താവിനോട് കൂടുതൽ അടുക്കുവാനുള്ള സാഹചര്യവും അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ചു. നിരന്തരമായി പ്രാർത്ഥനയാൽ സകല പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാനുള്ളൊരു ശക്തി എനിക്കും അവനും ലഭിച്ചു. അവന് ഞാൻ രാവിലത്തെ പ്രാർത്ഥന സാക്ഷ്യങ്ങൾ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുമായിരുന്നു. അവന് പ്രയാസം കൂടുന്ന സമയത്ത് അതൊക്കെ കണ്ടും കേട്ടും അവനെ മാനസികമായി ബലപ്പെടുകയും പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ദൈവത്തിൽ കൂടുതൽ ആശ്രയം വയ്ക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പഠനം നിർത്തിപ്പോരേണ്ട സാഹചര്യത്തിൽ വന്ന പൈതൽ ബിടെക് പൂർത്തീകരിക്കുവാൻ നല്ല ഒരു മാതൃകയോടുകൂടി 2019-23 കാലഘട്ടത്തിൽ ഒരു സപ്ലി പോലും കൂടാതെ അവൻ്റെ ബിടെക് പൂർത്തീകരിക്കുവാനായിട്ട് അമ്മമാതാവും ഈശോയും അവനെ സഹായിച്ചു. അത് അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളോട് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ടാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതിനാസ്പദമായിട്ട് ഞങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന വചനം എന്ന് പറയുന്നത് ഫിലിപ്പിയർ 4:13 നിന്നെ ശക്തനാക്കുന്നവൻ മൂലം സകലത്തിനും മതിയായവനാകുന്നു. കർത്താവിൻ്റെ കരുണകൾക്ക് ഏറെ നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കുവാനാണ് വീണ്ടും ബിടെക് പഠനം കഴിഞ്ഞു ഒരു ജോലിക്കായി ആഗ്രഹിച്ചു. പ്ലേസ്മെൻറ്റിലൂടെ അവനൊരു ജോലി ലഭിച്ചിരുന്നു. എന്നാൽ അതിനെ കഴിഞ്ഞും കുറച്ചുകൂടെ മെച്ചമായ രീതിയിൽ ടെസ്റ്റ് എഴുതി ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിച്ചപ്പോൾ ഉടമ്പടി കാശുരൂപവും തൈലും തേനും ഇതൊക്കെ കൈവശം വെച്ചുകൊണ്ട് ഒരു ആയുധമായിട്ട് അവൻ കൈവശം വെച്ചുകൊണ്ടാണ് അവൻ്റെ ഇൻ്റർവ്യൂ ടെസ്റ്റൊക്കെ അവൻ അറ്റൻഡ് ചെയ്തത്. അവിടെ ഏറ്റവും ഭംഗിയായിട്ട് ഇൻ്റർവ്യൂ ഒക്കെ പൂർത്തീകരിക്കുവാനും ഓഫർ ലഭിക്കുവാനും നല്ലൊരു MNCയിൽ അവന് ജോലിയിൽ പ്രവേശിക്കുവാനും സാധിച്ചു. പിന്നീട് ഒരു വർഷക്കാലം ജോലിയിൽ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുവാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലായിരുന്നു അവൻ്റെ ജോലി ഇടങ്ങളൊക്കെ. അപ്പോൾ എനിക്കത് മാനസികമായി വളരെ വിഷമമുണ്ടാക്കിയിരുന്നു. നമ്മൾ നിത്യതയെ നമ്മൾ കാംക്ഷിച്ച് ജീവിക്കുമ്പോൾ അതിലുപരിയായി നമ്മുടെ തലമുറയെ കൂടി അത്തരത്തിലൊരു അനുഭവത്തിലേക്ക് കൊണ്ടുവന്നെങ്കിൽ മാത്രമേ ഓരോ മാതാപിതാക്കളുടെയും വിശ്വാസ ജീവിതം പൂർത്തിയാകുകയുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്നിൽ വിശ്വാസമുണ്ട്, പ്രത്യാശയുണ്ട്, ദൈവസ്നേഹമുണ്ട്, നിത്യതയെക്കുറിച്ചുള്ള വാഞ്ചയുണ്ട്. എന്നാൽ അത് എൻ്റെ മക്കളിലേക്കും കൂടി പകർന്നു കൊടുക്കണമെന്നുള്ളൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് അവനൊരു ട്രാൻസ്ഫറിന് വേണ്ടി ഞാൻ അവൻ്റെ അനുമതിയില്ലാതെ തന്നെയാണ് ഇവിടെ ഉടമ്പടിയിൽ നിയോഗം വെച്ചത്. അവനെന്നോട് പറഞ്ഞു, അമ്മേ അതൊക്കെ താമസം എടുക്കും, 3 വർഷമൊക്കെ കഴിഞ്ഞിട്ടേ ട്രാൻസ്ഫറൊക്കെ ലഭിക്കുകയുള്ളൂ. എന്നാൽ അമ്മമാതാവിൻ്റെ ഇടപെടലും ഈശോയുടെ കരുണയും അവന് ദൈവ വഴിയിൽ നിലനിൽക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് കൊണ്ടായിരിക്കാം 1 വർഷം പൂർത്തിയാക്കിയതോടുകൂടി അവന് ഇവിടേക്ക് കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ലഭിക്കുവാനും അതിലൂടെ മുടക്കം കൂടാതെ വിശുദ്ധ കുർബാന ഞായറാഴ്ചകളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുവാനും ആരാധനയിലൊക്കെയും പങ്കുകൊള്ളുവാനും ഇടയാക്കി. ഞങ്ങളുടെ വിശ്വാസ ജീവിതം ഏറെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ ഞങ്ങൾക്ക് മറ്റുള്ളവരിൽ ദൈവിക സാന്നിധ്യം കാണുവാനൊക്കെ ഈ ഉടമ്പടിയിലൂടെ സാധിച്ചു. അതുതന്നെയാണ് ഈ ഉടമ്പടിയുടെ വിജയമെന്ന് ഞാൻ പറയുന്നു. ഞങ്ങളുടെ ജീവിതത്തെ ദൈവ സാന്നിധ്യത്തിൽ ജീവിതാവസാനം വരെയും ഇവിടെ പുതുക്കുന്നിടം വരെ അല്ല, ജീവിതത്തിൻ്റെ അവസാനം വരെ ഈ ഉടമ്പടിയിൽ ദൈവവുമായിട്ട് മാതാവിൻ്റെ കൂട്ടിൽ ഈ ഉടമ്പടിയിൽ നിലകൊള്ളുവാൻ വേണ്ടി ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങളുടെ തലമുറകൾ ദൈവമുള്ളവരായി തീരണം, ദൈവസ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നവരായി തീരണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. നിത്യജീവനിലേക്കുള്ള പുതുവഴികളാണ് ഞങ്ങൾക്ക് ഈ ഉടമ്പടി തുറന്നു തന്നത്. വിശ്വാസവും പ്രാർത്ഥനയും പ്രത്യാശയിലും ഒക്കെ പൂർണ്ണമായി നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കാരുണ്യപ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് ആശുപത്രി സന്ദർശനം, അവിടെ രോഗികളുമായിട്ട് സമയം ചെലവഴിക്കുക, അവർക്ക് ഭക്ഷണം എത്തിച്ചു കൊടുക്കുക, സാമ്പത്തിക സഹായം നൽകുക, വയോജന മന്ദിരങ്ങൾ സന്ദർശിക്കുക, അവിടെയുള്ള വ്യക്തികളുമായി സംസാരം, അവർക്ക് സമയം നമ്മുടെ സമയത്തെ അവർക്ക് വേണ്ടി വേർതിരിക്കുന്ന അനുഭവം ഉണ്ടാക്കുക, മാനസികമായിട്ട് തളർന്നിരിക്കുന്ന അഭയഭവൻ പോലുള്ള ഇടങ്ങളിലെ സന്ദർശിക്കുകയും അവർക്ക് വേണ്ടുന്ന ഭക്ഷണ ക്രമീകരണത്തിനായിട്ടുള്ള അവർക്ക് വേണ്ടുന്ന വസ്ത്ര ക്രമീകരണത്തിനായിട്ടുള്ള സാമ്പത്തിക സഹായങ്ങളൊക്കെ നൽകുവാൻ, കൂടുതലായി കാരുണ്യ പ്രവർത്തികളിൽ ഏർപ്പെടുവാനുള്ള ഒരു സാഹചര്യം ഇതിലൂടെ ഞങ്ങൾക്ക് ലഭിക്കുകയും അത് ദൈവത്തിലേക്കും
കർത്താവ് പറയുന്ന പോലെ ഈ ചെറിയവരിൽ ഒരുത്തിന് ചെയ്യുന്നതൊക്കെയും എനിക്കാവുന്നു ചെയ്യുന്നതെന്നുള്ള ഒരു ബോധ്യത്തോടെ പ്രാർത്ഥനയിൽ മാത്രമല്ല, ഉടയാത്ത വിശ്വാസമല്ല, മറ്റുള്ളവരിലേക്ക് ഇറങ്ങി പ്രവർത്തിക്കുവാനും അവൻ്റെ വേദനകൾ കണ്ടെത്തി അവനോട് ചേർന്ന് നിൽക്കുവാനുമുള്ളൊരനുഭവം ഈ ഉടമ്പടിയിലൂടെ ഞങ്ങൾക്ക് സാധ്യമായി തീർന്നു. അതിനായി പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി സമർപ്പിച്ചുകൊണ്ട് ഈ സാക്ഷ്യം സമർപ്പിക്കുന്നു. എൻ്റെ അമ്മയുടെ വിശ്വാസം കണ്ടിട്ടാണ് ഞാൻ ഇതിലേക്ക് വരുന്നതും അമ്മയാണ് എനിക്ക് പ്രാർത്ഥനകൾ അയച്ചു തരുന്നതും വീട്ടിലെ പ്രാർത്ഥനകൾ ചൊല്ലുമ്പോൾ കൂടെ നിർത്തുന്നതും എല്ലാം ചെയ്യും. എനിക്ക് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നപ്പോൾ എന്നോട് അമ്മ തൈലം തൂക്കാനും വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിക്കാനുമാണ് പറഞ്ഞു തന്നിട്ടുള്ളത്. അതിൽ നിന്ന് എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോഴൊക്കെ ഞാനത് ഉപയോഗിക്കുകയും എനിക്കതിൽ നിന്നൊരു വിടുതൽ ലഭിക്കുകയും എൻ്റെ പരീക്ഷകളും മറ്റ് കാര്യങ്ങളിലൊക്കെ എനിക്ക് അത് അറ്റൻഡ് ചെയ്യുവാനും ഭംഗിയായി എഴുതുവാനും എൻ്റെ ആ ബുദ്ധിമുട്ടുകളെല്ലാം മാറ്റിത്തരികയും ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇൻ്റർവ്യൂ ലഭിക്കാനും എല്ലാ കാര്യങ്ങൾക്കും എൻ്റെ പ്രാർത്ഥന എന്നെ ഇടയാക്കി. അതിൽ ഞാൻ അമ്മയോടും ദൈവത്തോടും നന്ദി പറയുന്നു. സങ്കീർത്തനങ്ങൾ 121 5 മുതൽ 8 വരെ തിരുവചനങ്ങൾ. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകുവാൻ അവിടുന്ന് നിൻ്റെ വലത് ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്ന് കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിൻ്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. റീന ബാബു എന്ന ഈ സഹോദരി തൻ്റെ മകനോടൊപ്പം ചേർന്ന് മരിയൻ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച സവിശേഷമായ ദൈവാനുഭവങ്ങളെ, അനുഗ്രഹങ്ങളെ നന്ദിപൂർവ്വം അമ്മയുടെ തിരുവൾത്താരയിൽ സമർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ഒരാളിലൂടെ നമ്മുടെ കുടുംബത്തിലുള്ള 4 5 പേര് ദൈവത്തെ അറിയുന്ന വലിയ സ്നേഹത്തിൻ്റെ പ്രവൃത്തിയിലേക്ക് ഉടമ്പടിയിലൂടെ കടന്നു വരും. ആ 5 പേരിലൂടെ അനേകരിലേക്ക് അമ്മ മാതാവും ഈശോയും തൻ്റെ സുവിശേഷത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഉടമ്പടി നമുക്കൊരാൾക്ക് വേണ്ടിയുള്ളതല്ല, നമ്മളിലൂടെ അനേകർ അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി ഈ നാളുകളിൽ ദൈവം നമ്മളെ ഉപകരണങ്ങളാക്കി നമുക്ക് കൈമാറുന്ന അനുഗ്രഹത്തിൻ്റെ പദ്ധതിയാണ്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലേക്ക് നാം ഒരു നിയോഗം കൊടുക്കുമ്പോൾ അമ്മ മാതാവ് അത് ഏറ്റെടുത്ത് ഈശോയ്ക്ക് കൊടുത്ത് വിശുദ്ധീകരിച്ച് നമ്മുടെ വ്യക്തിജീവിതത്തെയും നാം പ്രാർത്ഥിക്കുന്ന വ്യക്തികളുടെയും ജീവിതത്തെ എങ്ങനെയാണോ കൂടുതൽ സുരക്ഷിതമായി പ്ലേസ് ചെയ്യുവാൻ പറ്റുക, ആ രീതിയിൽ നമുക്കത് അനുഗ്രഹമാക്കി തരും. അതുകൊണ്ടാണ് ഉടമ്പടി നിയോഗങ്ങൾ ശുഭകരമാക്കുന്ന മാതാവിൻ്റെ സംരക്ഷണത്തെക്കുറിച്ച് നമ്മളെപ്പോഴും സന്തോഷത്തോടെ പറയുന്നത്, പ്രാർത്ഥിക്കുന്നത്. ഇത് ജീവിതത്തെ ശുഭകരമാക്കുവാൻ അമ്മ നമ്മളെ സഹായിക്കുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഓരോ സംരക്ഷണത്തിനും, രോഗത്തിന് സൗഖ്യമായും പഠനത്തിന് വിജയമായും ജോലിക്ക് സുരക്ഷിതത്വമായും ആഗ്രഹിച്ചപ്പോൾ വേണ്ടിടത്തേക്ക് സ്ഥലമാറ്റം നൽകിക്കൊണ്ട് ജീവിതം ശുഭകരമായി സഹായിച്ചതിനും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. 20 വർഷങ്ങളായി ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റുകളിലും ഒത്തിരിയേറെ ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ പോയി. അന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ എൻ്റെ നിയോഗം ഒരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു. വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി, ഒരു പ്രാവശ്യം പുതുക്കി. അന്നത്തെ എൻ്റെ നിയോഗം, കുഞ്ഞിന് വേണ്ടിയുള്ള നിയോഗം ഞാൻ 2ാമതാണ് വെച്ചത്. വീണ്ടും ഞാൻ മാതാവിനോട് ഞാനിവിടെ പറഞ്ഞിട്ടാണ് പോയത്, ഇനി ഞാനൊന്ന് പുതുക്കാൻ വരുവാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു നിയോഗം ഞാൻ വെക്കില്ല. കാരണം ആ നിയോഗം നിൻ്റെ കൈകളിൽ ഓൾറെഡി ഞാൻ തന്നു, നീ അത് സ്വീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിക്കൊള്ളാം. എപ്പോഴൊക്കെ തളർന്നു പോകുന്നോ അപ്പോഴൊക്കെ അച്ഛൻ്റെ പ്രത്യാശയുള്ള സാക്ഷികളും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവുമായിരുന്നു ഞങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടിരുന്നത്. അങ്ങനെ യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ലാതെ എൻ്റെ പ്രഗ്നൻസി മുമ്പോട്ട് പോയി. ഒരു നോർമൽ ഡെലിവറി തന്ന് ഈശോയും അമ്മമാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചു. മക്കളില്ലാത്ത ഒരു ശൂന്യതയുടെ അവസ്ഥയിൽ നിന്നും ഈശോ ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു തുറവിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നു എന്നതാണ് ആദ്യം സംഭവിച്ചത്. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഞാൻ ആദ്യമായി ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാനും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാനും ദൈവം അനുവദിച്ചതിന് ദൈവപിതാവിനും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുന്നു. 2018 ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ മോൾക്ക് വിവാഹം കഴിഞ്ഞിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ആ നിയോഗം വെച്ചാണ് ഉടമ്പടി എടുത്തത്. പക്ഷേ വെള്ളപ്പൊക്കവും കൊറോണയൊക്കെ കാരണം കൂടുതൽ ഇങ്ങോട്ട് വരാൻ പറ്റിയിരുന്നില്ല.
വീണ്ടും 2023 ഫെബ്രുവരിയിൽ വീണ്ടും ഉടമ്പടി പുതുക്കി. അപ്പം മോളും അന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ അന്നേരം അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കാൻ തുടങ്ങിയപ്പോഴാണ് ഉടമ്പടിയെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ അറിവ് ലഭിച്ചത്. അതനുസരിച്ച് ഞങ്ങൾ ഉടമ്പടി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. 2024 സെപ്റ്റംബറിൽ മോൾ പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. 2025 മെയ് മാസം തന്നെ മാതാവ് ഒരു കുഞ്ഞിനെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. എൻ്റെ പേര് ജെൻസി, എൻ്റെ ഹസ്ബൻഡ് ശൈലേഷ്, ഞങ്ങളുടെ കുഞ്ഞ് മാരിയോ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 9 വർഷങ്ങളായി. ഞങ്ങൾക്ക് മക്കളുണ്ടായിരുന്നില്ല. ഇതിനിടയിൽ ഒത്തിരിയേറെ ട്രീറ്റ്മെൻറ്റുകളിലും ഒത്തിരിയേറെ ഹോസ്പിറ്റലുകളിലും ഞങ്ങൾ പോയി. യാതൊരു ഫലവും ഉണ്ടായില്ല. അതിനുശേഷം ഒരു ഫ്രണ്ട് പറഞ്ഞാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. കൃപാസനം പത്രം പലരും ഞങ്ങളുടെ കയ്യിൽ തന്നു. ഞങ്ങൾക്ക് ഈ 9 വർഷത്തിനിടയ്ക്ക് 4 പ്രാവശ്യം അബോർഷനായിട്ടുണ്ട്. പല കാരണങ്ങൾ വ്യക്തമല്ലായിരുന്നു. ഡോക്ടർ പറഞ്ഞത് കാരണങ്ങളൊന്നും വ്യക്തമല്ല, എന്തുകൊണ്ടാണ് ഇങ്ങനെ പോകുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ വളരെയേറെ ദുഃഖത്തോടും വലിയൊരു മാനസികാവസ്ഥയിലുമാണ് ഞങ്ങളിവിടെ എത്തിച്ചേർന്നത്. ഇവിടെ എത്തിച്ചേർന്ന് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് തോന്നി ഒരു ഹോസ്പിറ്റലിലൂടെ കാണിക്കാം. ഇവിടെ പലരും സാക്ഷ്യം പറയുന്നത് കേട്ടു. പല തെളിവുകളും കൊണ്ടാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നത്. അങ്ങനെ ഞാൻ 6/12/2023 ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തത്. അതിനുശേഷം ഞങ്ങളൊരു ഹോസ്പിറ്റലിൽ പോയി. അവിടെ പല ട്രീറ്റ്മെൻറ്റുകളും ഞങ്ങൾ ചെയ്തു, പല സ്കാനിങ്ങുകളും ചെയ്തു. ഡോക്ടേഴ്സ് എന്നിലെ പല കുറവുകളും കണ്ടുപിടിച്ചു. ഒത്തിരി ഹോർമോൺ ഇംബാലൻസ് ഉണ്ട്, യൂട്രസിലേക്ക് ബ്ലഡ് ഫ്ലോ കുറവുണ്ട്, വേണ്ടത്ര ക്വാളിറ്റി കുറവാണ് എന്നൊക്കെ ഒരുപാട് കാരണങ്ങൾ കണ്ടുപിടിച്ചു. അതിൻ്റെ ഒത്തിരിയേറെ തെളിവുകളും ഞങ്ങളുടെ കയ്യിലായി. ഇതെല്ലാം വെച്ചുകൊണ്ടാണ് ഞങ്ങളിവിടെ കൃപാസനത്തിൽ വന്നത്. ഞാൻ ഉടമ്പടി എടുത്തു. അന്ന് വൈകുന്നേരം സായാഹ്ന പ്രാർത്ഥന കഴിഞ്ഞു. ഞങ്ങൾ പ്രാർത്ഥന ചൊല്ലി മാതാവിൻ്റെ അടുത്ത് ഞങ്ങളുടെ ട്രീറ്റ്മെൻറ്റ് ഫയലുകളെല്ലാം വെച്ചു. മാതാവിനോട് പറഞ്ഞു, ഇനി ഞങ്ങളൊരു ട്രീറ്റ്മെൻറ്റിനും പോകുന്നില്ല, മാതാവ് ഈശോയെ ഞങ്ങളെ സഹായിച്ചാൽ മതി, ഞങ്ങൾ ഈശോയുടെ സാക്ഷിയായി, മാതാവിൻ്റെ സാക്ഷിയായി ഞങ്ങൾ ജീവിക്കാം എന്ന് പറഞ്ഞു. മാതാവിൻ്റെ അടുക്കൽ ഞങ്ങൾ ട്രീറ്റ്മെൻറ്റ് ഫയലുകൾ സമർപ്പിച്ചു. അതിനുശേഷം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ടില്ല, ട്രീറ്റ്മെൻ്റ് ഒന്നും എടുത്തില്ല. വീണ്ടും അന്ന് ഉടമ്പടി എടുത്തപ്പോൾ ആദ്യത്തെ എൻ്റെ നിയോഗം ഒരു കുഞ്ഞിന് വേണ്ടിയായിരുന്നു. വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കി, ഒരു പ്രാവശ്യം പുതുക്കി. അന്നത്തെ എൻ്റെ നിയോഗം, കുഞ്ഞിന് വേണ്ടിയുള്ള നിയോഗം ഞാൻ 2ാമതാണ് വെച്ചത്. ആദ്യം അമ്മ എൻ്റെ കൂടെ വരണം, അമ്മയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാവണം എന്നതായിരുന്നു. വീണ്ടും അതൊന്നുകൂടെ പുതുക്കി, ഉടമ്പടി വീണ്ടും പുതുക്കിയപ്പോൾ എൻ്റെ നിയോഗം, കുഞ്ഞിന് വേണ്ടിയുള്ള എൻ്റെ നിയോഗം ഞാൻ 5ാമതാണ് വെച്ചത്. മറ്റുള്ളവർക്ക് വേണ്ടിയും എൻ്റെ ആത്മീയ നിയോഗങ്ങൾക്ക് വേണ്ടിയും ഒക്കെ ഞാൻ മാറ്റി. വീണ്ടും ഞാൻ മാതാവിനോട് ഞാനിവിടെ പറഞ്ഞിട്ടാണ് പോയത്, ഇനി ഞാനൊന്ന് പുതുക്കാൻ വരുവാണെങ്കിൽ ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടിയുള്ള ഒരു നിയോഗം ഞാൻ വെക്കില്ല. കാരണം ആ നിയോഗം നിൻ്റെ കൈകളിൽ ഓൾറെഡി ഞാൻ തന്നു, നീ അത് സ്വീകരിച്ചു എന്ന് ഞാൻ മനസ്സിലാക്കിക്കോളാം. അങ്ങനെ ഞാൻ പുതുക്കി കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞാണ് ഞാൻ പ്രഗ്നൻ്റ് ആയത്. വീണ്ടും യാതൊരുവിധ കോംപ്ലിക്കേഷനുകളും ഇല്ലാതെ ആണ് എൻ്റെ പ്രഗ്നൻസി മുമ്പോട്ട് പോയത്. പ്രഗ്നൻ്റായി 3-ാം മാസം ഞാൻ അച്ഛനെ കാണാൻ വന്നു. ദിവസേന ഞങ്ങൾ ഉടമ്പടി എടുത്ത അന്ന് മുതൽ വിശുദ്ധ കുർബാനയും ഉടമ്പടി വസ്തുക്കളും മാത്രമാണ് ഞങ്ങൾ ഉപയോഗിച്ചത്. ഉടമ്പടി തൈലം എന്നും വയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഇവിടെ അച്ഛനെ കാണാൻ വന്നു. അച്ഛൻ പറഞ്ഞു, ഞങ്ങൾക്ക് വെഞ്ചരിച്ച കാശുരൂപം തലയിണയ്ക്കുള്ളിൽ വെച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് വേണ്ടിയും അമ്മയ്ക്ക് വേണ്ടിയും പ്രാർത്ഥിച്ചാണ് വിട്ടത്. അങ്ങനെ യാതൊരുവിധ കോംപ്ലിക്കേഷനും ഇല്ലാതെ എൻ്റെ പ്രഗ്നൻസി മുമ്പോട്ട് പോയി. ഒരു നോർമൽ ഡെലിവറി തന്ന് ഈശോയും അമ്മമാതാവും ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞങ്ങളവന് മാരിയോ എന്നാണ് പേരിട്ടിരിക്കുന്നത്. പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിനും ബഹുമാനത്തിനും ആയിട്ട് ഞങ്ങൾ മാരിയോ എന്നവനെ വിളിക്കുന്നു. ഞങ്ങളുടെ ഉടമ്പടി ജീവിതം പറയുകയാണെങ്കിൽ അച്ഛൻ്റെ ഉടമ്പടി ധ്യാനമായിരുന്നു ഞങ്ങളുടെ വലിയ പ്രതീക്ഷയും ശക്തിയും. എപ്പോഴൊക്കെ പോകുന്നോ അപ്പോഴൊക്കെ അച്ഛൻ്റെ പ്രത്യാശയുള്ള സാക്ഷികളും അച്ഛൻ്റെ ഉടമ്പടി ധ്യാനവുമായിരുന്നു ഞങ്ങൾക്ക് ശക്തി പകർന്നുകൊണ്ടിരുന്നത്. വിശുദ്ധ കുർബാന മുടക്കം കൂടാതെ എല്ലാ ദിവസവും ഞങ്ങൾ കൂടിക്കൊണ്ടിരുന്നു. വിശുദ്ധ കുർബാനയിൽ നിന്നുള്ള ശക്തി മാത്രമാണ് ഞങ്ങളെ നയിച്ചുകൊണ്ടിരുന്നത്.
2 ആഴ്ച കൂടുമ്പോൾ കുമ്പസാരിക്കും. ഉടമ്പടി കാരുണ്യ പ്രവർത്തികൾ, ഞാനൊരു നേഴ്സാണ്. അപ്പോൾ ഹോസ്പിറ്റലിൽ പ്രധാനമായിട്ട് രോഗികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തു വന്നുകൊണ്ടിരുന്നത്. ആവശ്യമായ എല്ലാ സഹായങ്ങളും വേണ്ടവരെ കണ്ടെത്തി കൊടുക്കുകയും അവർക്ക് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു പോരുകയും ചെയ്തു പോന്നു. ഒത്തിരിയേറെ സൗഖ്യങ്ങളും അനുഭവങ്ങളും പേഷ്യൻസ് തന്നെ എന്നോട് പങ്കുവെച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഈശോ അതിനൊക്കെ എന്നെ ഒരു ഉപകരണമാക്കി മാറ്റി, ദൈവസ്നേഹത്തിലേക്ക് വന്നു, ഈ കൂടുതൽ അടുത്തു, ദൈവസ്നേഹത്തിൻ്റെ വലിയ തലങ്ങളിലേക്ക് ഞങ്ങളെ ആദ്യം കൊണ്ടുവന്നു. മക്കളില്ലാത്ത ഒരു ശൂന്യതയുടെ അവസ്ഥയിൽ നിന്നും ഈശോ ദൈവസ്നേഹത്തിൻ്റെ വലിയൊരു തുറവിയിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു വന്നു എന്നതാണ് ആദ്യം സംഭവിച്ചത്. അതിനുശേഷമാണ് ഞങ്ങൾക്ക് ഈശോ കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചത്. അങ്ങനെ കാരുണ്യ പ്രവർത്തികളും ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ പോവുകയും വേണ്ട ഭക്ഷണ സാധനങ്ങളും ആവശ്യമായതെല്ലാം കൊടുക്കുകയും ചെയ്തു പോന്നു. ഇവിടുത്തെ പത്രം, ഞങ്ങൾ കൃപാസനം പത്രം എല്ലാ മാസവും ഞങ്ങളിവിടെ വരുമായിരുന്നു, വാങ്ങിച്ചുകൊണ്ട് പോയി എല്ലാവർക്കും കൊടുക്കും. എനിക്ക് തോന്നുന്നത് എളിമയിലൂടെ വളരാൻ എന്നെ ഒത്തിരിയേറെ അത് സഹായിച്ചു. ഈശോയ്ക്കും പരിശുദ്ധ അമ്മ മാതാവിനും തന്ന അനുഗ്രഹത്തിനൊക്കെ ഒരുപാട് നന്ദി പറയുന്നു. യെശയ്യാ 65:23 അവരുടെ അധ്വാനം വൃഥ ആവുകയില്ല, അവർക്ക് ജനിക്കുന്ന ശിശുക്കൾ അത്യാഹിതത്തിന് ഇരയാവുകയില്ല. അവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരുടെ സന്തതികളായിരിക്കും, അവരുടെ സന്തതികളും അവരോടൊപ്പം അനുഗ്രഹീതരാവും. സെലിൻ ജോസഫ് എന്ന ഈ അമ്മയും മകളും ജീവിത പങ്കാളിയും കുഞ്ഞും വലിയ സന്തോഷത്തോടുകൂടി പരിശുദ്ധമ്മയുടെ ഈ ഉടമ്പടി എഴുത്താരയിൽ അവർക്ക് ജീവിതത്തിൽ ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹത്തെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ദാമ്പത്യ ജീവിതം തുടങ്ങി 9 വർഷമായി മക്കളില്ലാത്ത ദമ്പതികൾ, 4 തവണ അബോർഷനായി പോയ ദമ്പതികൾ, പ്രത്യേകിച്ച് കാരണമൊന്നും കണ്ടെത്താനാവാതെ വീണ്ടും ജീവിതം വലിയ പ്രതിസന്ധിയിലും ഏറെ മാനസികമായ നൈരാശ്യത്തിലേക്കും വീണുപോയ ദമ്പതികളാണ് അമ്മ മാതാവിൻ്റെ തിരുനടയിൽ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അമ്മയാണ് ശരിക്കും മോളോട് ഉടമ്പടി ജീവിതത്തിൻ്റെ നന്മകളെക്കുറിച്ച് പറയുന്നതും അമ്മയിൽ പൂർണ്ണമായും പരിശുദ്ധമ്മയിൽ പൂർണ്ണമായും ആശ്രയിക്കുവാൻ മകളെ സഹായിക്കുന്നതും. ഉടമ്പടി എടുത്തതിന് ശേഷം മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്ത ദിവസം സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ സാക്ഷ്യം പങ്കുവയ്ക്കുന്നവരും ഉടമ്പടി ജീവിതത്തിൻ്റെ ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അത് തെളിവോടുകൂടിയാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. മകളെ ഏറെ ആകർഷിച്ച ഒരു വാക്യവും അവരുടെ തെളിവുകളായിരുന്നു. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു ഡോക്ടറെ പോയി കാണുവാനും തൻ്റെ ആരോഗ്യസ്ഥിതികൾ പരിശോധിക്കുവാനും ജീവിത പങ്കാളിയോടൊപ്പം മകൾ തയ്യാറാകുന്നുണ്ട്. ഡോക്ടറെ കാണുമ്പോൾ പറയുന്നതൊക്കെയും ഏറെ ക്ലേശകരമായ കാര്യങ്ങളാണ്. രണ്ടുപേർക്കുമുള്ള നിരവധി കുഴപ്പങ്ങളെക്കുറിച്ചാണ് ഡോക്ടർ പറഞ്ഞ ഒരു ചെറിയ ഉപമ അവർ ചേർത്ത് പറയുന്നുണ്ട്. ഒരു ചെടി അതൊന്ന് മുളപൊട്ടി വന്നാൽ അത് വളരുന്നതിനാവശ്യമായ സാഹചര്യം, അതിന് പറ്റുന്ന അന്തരീക്ഷം ആ ചെടി നിൽക്കുന്ന പ്രതലത്തിലില്ലെങ്കിൽ അത് ഉണങ്ങിപ്പോവില്ലേ? അത് തന്നെയാണ് മകളുടെ ഉദരത്തിലിപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു കുഞ്ഞ് പച്ചപിടിച്ച് വളരുവാനുള്ള യാതൊരു ശേഷിയും നിൻ്റെ ഗർഭപാത്രത്തിനില്ല. അതുകൊണ്ട് അവിടെ ഒരു കുഞ്ഞിനെ വളർത്തിയെടുക്കുവാൻ സാധിക്കില്ല. അതാണ് ഈ കണ്ടിന്യൂസ് അബോർഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. IVF മാത്രമേ എന്തെങ്കിലും നിനക്കിന് സാധ്യതയുള്ളൂ, മറ്റൊരു കാര്യത്തെക്കുറിച്ച് നീ ചിന്തിക്കേണ്ട എന്ന് വെച്ചാൽ അവളുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേറി വളർത്തുവാനുള്ള സാധ്യതകൾ മുഴുവനും 0 മൈനസാണെന്ന് ഡോക്ടർ മുഖത്ത് നോക്കി പറഞ്ഞതാണ് വിഷയം. ഫുള്ളി നെഗറ്റീവായ, ഒരിക്കലും ഒരു കുഞ്ഞിനെ ഉദരത്തിൽ പേറി സ്വയം അവർക്കൊരു കുഞ്ഞിനെ, രക്തത്തിൽ പിറന്ന കുഞ്ഞിനെ തലോലിക്കുവാനുള്ള കഴിവുണ്ടാവില്ലെന്ന ഒരു റിപ്പോർട്ടും ഒരു വാക്കുകളും കേട്ടുകൊണ്ടാണ് മക്കൾ ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നത്. അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ കിട്ടിയ റിപ്പോർട്ടുകളെല്ലാം അമ്മ മാതാവിൻ്റെ അരികിൽ സമർപ്പിച്ചുകൊണ്ട് ഈ ഇല്ലായ്മയിൽ, ഈ ശൂന്യതയിൽ, എൻ്റെ ഉദരത്തിലൊരു കുഞ്ഞ് വളരില്ലെന്ന് ശാസ്ത്രം പറയുന്ന ഈ ഇടത്ത് നിന്ന് അമ്മയിൽ പൂർണ്ണമായി ശരണപ്പെടുന്നു. IVF ഞങ്ങൾ എടുക്കില്ല, കാരണം അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അമ്മ മാതാവ് ആയിരക്കണക്കിന് ദമ്പതികൾക്ക് കുഞ്ഞുങ്ങളെ നൽകി അനുഗ്രഹിച്ചതുപോലെ ഞങ്ങളുടെ എളിയ ജീവിതത്തെയും സന്താന സൗഭാഗ്യം നൽകി അമ്മയിലൂടെ ഈശോ അനുഗ്രഹിക്കുമെന്ന പ്രത്യാശയിൽ അന്നുകൊണ്ട് മരുന്ന് നിർത്തി, ചികിത്സ നിർത്തി, മറ്റൊരു ഡോക്ടറെ കാണുന്ന രീതികളൊക്കെ ഞങ്ങൾ ഉപേക്ഷിച്ചു.
അതാണ് മകൾ പറയുക. പിന്നീട് ഉടമ്പടി ജീവിക്കുക എന്നതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. ഉടമ്പടിയിൽ എങ്ങനെ ആഴപ്പെടാം. അച്ഛൻ്റെ ഓരോ ധ്യാന പ്രസംഗവും ഉടമ്പടി ധ്യാനവും ഞങ്ങളുടെ ജീവിതത്തിന് പുതിയ പ്രതീക്ഷകളായിരുന്നു. സങ്കടത്തിലിരിക്കുമ്പോൾ അതൊരു ആശ്വാസമായിരുന്നു. എപ്പോഴെങ്കിലുമൊക്കെ നിരാശ തോന്നുമ്പോൾ അതൊരു പ്രത്യാശയായിരുന്നു. അച്ഛൻ പറയുന്ന ഓരോ ഉടമ്പടി ധ്യാനത്തിനും ഞങ്ങളുടെ ജീവിതത്തെ ഞങ്ങൾ വിട്ടുകൊടുത്തുകൊണ്ടിരുന്നു. പ്രത്യാശയുടെ ഓരോ മാസവും വന്ന് കൃപാസനം പത്രം വാങ്ങി ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനങ്ങളെ ഞങ്ങൾ തീഷ്ണതരമാക്കി. അതാ മകൾ പറയുന്നത്, ഉടമ്പടി ധ്യാനം കൂടുന്തോറും കുഞ്ഞിന് വേണ്ടിയുള്ള നിയോഗം എൻ്റെ ഉടമ്പടിയുടെ നിയോഗ ലിസ്റ്റിൽ പുറകോട്ട് പോയി. ഞാൻ ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ഒന്നാമത്തെ നിയോഗം ഒരു കുഞ്ഞിനെ വേണമെന്നതാണ്. ആദ്യം പുതുക്കിയപ്പോൾ എൻ്റെ ഒന്നാമത്തെ നിയോഗം അമ്മ മാതാവിൻ്റെ സംരക്ഷണവും സാന്നിധ്യവും വേണമെന്നാണ്. എനിക്ക് കുഞ്ഞ് വേണം എന്നത് എനിക്ക് രണ്ടാമത്തെ നിയോഗമായി. ഞാൻ വീണ്ടും രണ്ടാമത് എൻ്റെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ എൻ്റെ ഈ കുഞ്ഞിന് വേണ്ടിയുള്ള നിയോഗം അത് അഞ്ചാമതായി. മറ്റു വ്യക്തികളുടെ നിയോഗങ്ങൾ, എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ നിയോഗങ്ങൾ ആദ്യം എഴുതിയിട്ട് അഞ്ചാമത് ഞാൻ കുഞ്ഞിന് വേണ്ടി നിയോഗം എഴുതി. എന്നിട്ട് അമ്മയോട് പറഞ്ഞു, ഇനി ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി നിയോഗം എഴുതില്ല. കാരണം അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. അമ്മ ആഗ്രഹിക്കുന്ന സമയത്ത് അമ്മയുടെ തിരുക്കുമാരൻ്റെ പദ്ധതി പ്രകാരം ഞങ്ങളുടെ കുടുംബത്തെ സഹായിക്കണമെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടിയിലുള്ള ഉറപ്പാണ് ജീവിതത്തെ പൂർണ്ണമായി വിട്ടുകൊടുക്കുവാനുള്ള ധൈര്യമെന്ന് പറയുന്നത്. നമ്മുടെ ഉടമ്പടി ജീവിതം എത്ര പുതുക്കി എന്നതിനെക്കുറിച്ചല്ല. ഓരോ തവണയും ഉടമ്പടിയിൽ വളരുമ്പോൾ, ഓരോ ആഴ്ചയിലും ഓരോ മാസവും ഉടമ്പടിയിൽ വളരുമ്പോൾ അമ്മ മാതാവിന് ഉടമസ്ഥത കൊടുത്തുകൊണ്ട് ജീവിതത്തെ സമർപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? മകളുടെ ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹം 9 വർഷം കഴിഞ്ഞ് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി അമ്മയുടെ അരികിലെത്തുമ്പോൾ അമ്മയിൽ നിന്ന് ലഭിക്കുന്ന സന്ദേശങ്ങൾ, ഉടമ്പടി ധ്യാനത്തിലൂടെ സാക്ഷ്യത്തിലൂടെ കിട്ടുന്ന സന്ദേശങ്ങൾ തൻ്റെ ജീവിതം ഒരു കുഞ്ഞിന് വേണ്ടി മാത്രമുള്ളതല്ല, അത് നിത്യതയിലേക്കുള്ളതാണെന്ന തിരിച്ചറിവാണ്. അതുകൊണ്ട് കുഞ്ഞിന് വേണ്ടിയുള്ള നിയോഗങ്ങൾ എഴുതുന്നത് അത് താഴേക്ക് വന്നു. ആത്മീയ വളർച്ചയ്ക്ക് വേണ്ടിയ നിയോഗങ്ങൾ ആദ്യം അവൾ എഴുതി തുടങ്ങി. അവൾ പറയുന്നുണ്ട്, ഉടമ്പടിക്ക് ശേഷം ഞങ്ങൾക്ക് ലഭിച്ച സന്തോഷം, ഞങ്ങൾക്ക് കുഞ്ഞില്ല എന്ന ശൂന്യതയിൽ ദൈവസ്നേഹം നിറഞ്ഞു. കൂടുതൽ ദൈവസ്നേഹത്തോടു കൂടി മറ്റുള്ളവർക്ക് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുവാൻ നിരന്തരം ഞങ്ങളെ ശാക്തീകരിച്ചു കൊണ്ടിരുന്നു. ദൈവത്തിന് ഹിതകരമായത് ജീവിതത്തിൽ ചെയ്തു തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് ആവശ്യമുള്ളത് ദൈവം ഉടമ്പടി എടുത്ത് രണ്ടാമത് പുതുക്കി 60 ദിവസം തികയുന്നതിന് മുമ്പ് ഒരു കുഞ്ഞിനെ ഉദരത്തിൽ ഉരുവാക്കിക്കൊണ്ട് അനുഗ്രഹിച്ചുവെന്ന് മകൾ പറയുന്നുണ്ട്. ആ പ്രഗ്നൻസിയുടെ മുഴുവൻ കാലവും ശാന്തമായിരുന്നു. ഡോക്ടർമാർ പറഞ്ഞു അംഗവൈകല്യം ഉണ്ടാകും, മറ്റു രീതിയിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാവും, ഇത്രയേറെ അബോർഷൻ നടന്നതാണ്, ആരോഗ്യമുള്ള കുഞ്ഞിനെ കരങ്ങളിലേക്ക് കിട്ടുക പ്രയാസമായിരിക്കുമെന്ന് ഓരോ തവണയും ഇവർ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്നു. ഞങ്ങൾ അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലാണ്, ഇത് അമ്മ മാതാവ് ഉരുവാക്കിയതാണ്. അമ്മ മാതാവിനറിയാം ഈ കുഞ്ഞിനെ എങ്ങനെ ആരോഗ്യത്തോടെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് വെച്ചു തരാൻ പറ്റുമെന്ന് മകൾ പറയുന്നുണ്ട്. ഒരു നോർമൽ ഡെലിവറിയിൽ പൂർണ്ണ ആരോഗ്യമുള്ളൊരു കുഞ്ഞ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് നൽകിയപ്പോൾ ഞങ്ങൾ അമ്മയുടെ നാമം ജീവിതത്തിൽ ഒരിക്കലും മറക്കാതിരിക്കുവാൻ കുഞ്ഞിന് മാരിയോ എന്ന് പേരിടുവാൻ തീരുമാനിച്ചുവെന്ന്. പ്രിയമുള്ളവരെ, ഉടമ്പടി എങ്ങനെ മാംസം ധരിക്കുന്നുവെന്ന്, ഉടമ്പടി എങ്ങനെ ഭൗതിക നിയോഗങ്ങളിൽ നിന്നും ആത്മീയ ജീവിത വളർച്ചയിലേക്ക് നമ്മളെ മാറ്റുന്നുവെന്ന്, ദൈവത്തിന് പ്രഥമ സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഊഷരമാകുന്ന അന്ന് വരെ ഇല്ലെന്ന് പറയുന്ന അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ഈശോ നമുക്ക് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് മകൾ വാക്കുകളിലൂടെ ഈ അൾത്താരയിൽ വെളിപ്പെടുത്തുകയാണ്. നമുക്ക് ഈശോയ്ക്ക് വേണ്ടി നിലപാടെടുക്കുവാൻ തയ്യാറാണോ? അമ്മ മാതാവിനോടൊപ്പം കരം പിടിച്ച് സഞ്ചരിക്കുവാൻ തീരുമാനമുണ്ടോ? അപ്പുറവും ഇപ്പുറവും ചവിട്ടാതെ എൻ്റെ തീരുമാനം, എൻ്റെ ജീവിതം ദൈവകരങ്ങളിൽ പൂർണ്ണമായി കൊടുക്കുന്നുവെന്ന് പറയുവാൻ സാധിക്കുന്നുണ്ടോ? എങ്കിൽ ഉടമ്പടി അത്ഭുതകരമായ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൈമാറിക്കൊണ്ടിരിക്കും. അതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. ഈ കുടുംബത്തിന് അമ്മ മാതാവ് നൽകിയ കുഞ്ഞിനെ ഓർത്ത് നന്ദി പറയാം. കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. പേര് ഗീത, ഞാൻ തൃപ്പൂണിത്തുറയിൽ നിന്നാണ് വരുന്നത്. ഇത് എൻ്റെ ഹസ്ബൻഡ് അർണോൾഡ് റോബർട്ട്സൺ. ഞാൻ ഇന്നത്തെ ഞാനിത് 3ാമത്തെ പ്രാവശ്യമാണ് ഇവിടെ സാക്ഷ്യം പറയാനായിട്ട് കയറുന്നത്. എല്ലാം തന്നെ നടക്കാൻ അസാധ്യമായ കാര്യങ്ങളായിരുന്നു എനിക്ക് നടന്നിരുന്ന ഇതിന് മുമ്പുള്ള 2 സാക്ഷ്യങ്ങളും.
ഈ പ്രാവശ്യം അതുപോലെ തന്നെയാണ്. എനിക്ക് വളരെ വിഷമപ്പെട്ട ഒരു പ്രയാസപ്പെട്ട ഒരു കുടുംബ വിഷയത്തിലായിരുന്നു ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ 3 പ്രാവശ്യം ഉടമ്പടി എടുത്തതിൽ വെച്ചിരിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിക്കും. പക്ഷേ ഈ ഒരു കാര്യം സാധിക്കില്ല. കാരണം ഞാൻ വെച്ചിരുന്ന ഈ ഉടമ്പടി ആദ്യം വെക്കുന്ന ഇതാണ്. കാരണം ഭാഗോടമ്പടി നടക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം എൻ്റെ അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, സഹോദരി മരിച്ചു, സഹോദരൻ മരിച്ചു. ഇനി എൻ്റെ കുടുംബത്തിൽ ഞാൻ മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷേ ഞങ്ങളുടെ പേരിലുള്ള 7 സ്ഥലങ്ങളുണ്ട്. അത് ഭാഗോടമ്പടി ചെയ്ത് മക്കൾക്ക്, എനിക്കും ഇനിയുള്ള എൻ്റെ സഹോദരങ്ങളുടെ മക്കൾക്കും വേണ്ടിയിട്ടുള്ള വസ്തുക്കളാണ്. പക്ഷേ അത് നിയമപ്രകാരം ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്ക് കിടക്കുന്നതാണ്. ഇത്രയും കാലങ്ങൾ ഞങ്ങൾ പുറത്തും അവിടെ ഇവിടെയൊക്കെ ആയിരുന്നുകൊണ്ട് അതിനെപ്പറ്റി ശ്രദ്ധിച്ചില്ല. വന്ന് ഉടമ്പടിക്ക് കൊടുക്കാൻ, അത് ഭാഗോടമ്പടിക്ക് കൊടുക്കാനായിട്ട് വക്കീലിനെ സമീപിച്ചപ്പോൾ വക്കീൽ പറഞ്ഞു, പുറത്തിരിക്കുന്ന മക്കളെല്ലാവരും വരട്ടെ, നിങ്ങളും വന്നാൽ മതി, ഉടനടി ചെയ്തു തരാം, നിങ്ങളൊരു 80,000 രൂപ അടയ്ക്കാൻ പറഞ്ഞു. ഞങ്ങൾ അടച്ച് എല്ലാ ആധാരങ്ങളും അതിൻ്റെ കോപ്പികളും കരടച്ച രസീതും എല്ലാം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു വക്കീലിനെ ഏൽപ്പിച്ചു. വക്കീൽ അത് കാണുന്ന സ്ഥലങ്ങളെല്ലാം തിരുവനന്തപുരത്താണ്. അപ്പോൾ അത് നെയ്യാറ്റിൻകരയിലേക്ക് അവിടെയാണ് ഫയൽ ചെയ്യേണ്ടതെന്നും പറഞ്ഞു. ഞങ്ങൾ അദ്ദേഹം പറഞ്ഞ പ്രകാരം എല്ലാം അദ്ദേഹത്തെ ഏൽപ്പിച്ച് പൈസകളും അടച്ച് എല്ലാം ചെയ്തിട്ട് 3 വർഷം കഴിഞ്ഞു. എൻ്റെ സഹോദരങ്ങളുടെ കുട്ടികളെല്ലാം അമേരിക്കയിലും കാനഡയിലും ഒക്കെയാണ്, ഒരാൾ ദുബൈയിലുമാണ്. ഇവർ എല്ലാവരും കഴിഞ്ഞ വർഷം മാർച്ചിൽ വന്ന് ഒരുമിച്ച് കൂടി എല്ലാം സൈൻ ചെയ്തും കൊടുത്തു. അപ്പോൾ അതിന് ഒബ്ജക്ഷൻ ഒന്നും ഇല്ലാത്തൊരു വസ്തുക്കളാണ്. പക്ഷേ ബാക്കി ഭാഗോടമ്പടി നടത്തിയാൽ മതി. പക്ഷേ ഈ വക്കീലിനെ വിളിച്ചിട്ട് 1 വർഷമായിട്ട് വക്കീൽ ഫോൺ എടുക്കത്തില്ല, എന്താണെന്ന് ഉത്തരം പറയത്തില്ല. എനിക്ക് ദിവസവും തിരുവനന്തപുരത്ത് പോയിട്ട് അന്വേഷിക്കാനും പറ്റില്ല. എപ്പോൾ വിളിച്ചാലും ഞങ്ങൾ ഈ ഭാഗോടമ്പടി കിട്ടേണ്ട എല്ലാവരും അവിടെ നിന്നും വിളിക്കും. അവസാനം ഞാനാണ് ഈ അഡ്വക്കേറ്റിനെ പരിചയപ്പെടുത്തി. കാരണം അവർ പറയുന്നത് ഈ സ്വത്തുക്കൾ മുഴുവൻ എൻ്റെ കൈവശമുണ്ട്, എനിക്ക് വേണ്ടിയിട്ട് ഞാനത് സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, ഇവർക്കാർക്കും കൊടുക്കാതിരിക്കണം എന്നുള്ളൊരു പരാതി വരെ അത്രത്തോളം എത്തി. പ്രശ്നങ്ങൾ വളരെ വൈകി. അപ്പോൾ ഞാൻ 14/6 ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മാസം 14-ാം തീയതി ആയാൽ എൻ്റെ ഉടമ്പടി തീരും. അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തു, ഞാനിവിടെ വന്ന് പത്രമൊക്കെ മടക്കാനും ഇടയ്ക്ക് ഇവിടെ പള്ളിയിലെ ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്യാൻ വരും. അപ്പോൾ എന്നോട് ഇവിടെയുള്ള ഓഫീസിലുള്ളവർ പറഞ്ഞു, ഒന്ന് അച്ഛനെ കണ്ടിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് എന്തെങ്കിലും ഒന്ന് കൊടുക്കാൻ പാടില്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ ആധാരങ്ങളെല്ലാം അഡ്വക്കേറ്റിനെ ഏൽപ്പിക്കുമ്പോൾ കോടതിയിൽ നിന്ന് എനിക്കൊരു പേപ്പർ തന്നായിരുന്നു. ഇത്രയും സാധനങ്ങൾ റിസീവ് ചെയ്തിട്ടുണ്ട്, മരിച്ചവരുടെ ഡെത്ത് സർട്ടിഫിക്കറ്റുകളും ഈ ആധാരങ്ങളും റിസീവ് ചെയ്തെന്നുള്ള ടൈപ്പ് ചെയ്തൊരു പേപ്പർ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. അത് മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. ബാക്കി ഒറിജിനൽ മുഴുവൻ കോടതിയിലാണെന്നാണ് പറഞ്ഞത്. ഞാനത് അച്ഛനെ ഡേറ്റ് ഇട്ട് അച്ഛനെ കണ്ടു. അപ്പോൾ അച്ഛൻ്റെ കയ്യിൽ ഞാൻ ആ പേപ്പർ കൊടുത്തപ്പോൾ അച്ഛൻ മാതാവിനെ പോയി മുത്തിച്ചിട്ട് അച്ഛൻ പറഞ്ഞു, നീ പേടിക്കേണ്ട പൊക്കോ, അത് ഉടനടി തന്നെ നിനക്ക് കിട്ടും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ 12/8 അത് അച്ഛൻ ബ്ലെസ് ചെയ്ത് തന്നത്. ഞാൻ വീട്ടിൽ പോയി 20-ാം തീയതി ആയപ്പോൾ അഡ്വക്കേറ്റ് എന്നെ ഇങ്ങോട്ട് വിളിച്ച് പറയുകയാണ്, നിങ്ങളുടെ ആധാരങ്ങളെല്ലാം എടുക്കാൻ പറ്റും, നിങ്ങൾ വന്നാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങളൊരു 3000 രൂപ ആയിട്ട് വന്നാൽ നിങ്ങൾക്ക് ആധാരങ്ങളെല്ലാം തിരിച്ചെടുക്കാമെന്ന് പറഞ്ഞു. ഞാനിവിടുന്ന് 3000 രൂപ ഇട്ട് കൊടുത്തു. അപ്പം തന്നെ ഇട്ട് കൊടുത്തിട്ട് എന്നാ വരണ്ടേന്ന് ചോദിച്ചു. 22-ാം തീയതി എത്തിക്കോളാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, ഇനി 2000 കൂടെ വേണം. പക്ഷേ 2000 കൂടെ ഞങ്ങൾ അടച്ചു. പക്ഷേ സർവ്വ ആധാരങ്ങൾ 1-2 ആധാരമല്ല, 8 ആധാരമാണ് അവരുടെ കയ്യിലിരുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അവർ ഡോക്യുമെൻറ്റ്സ് എല്ലാം ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റാണ് ആ കോടതിയിലിരുന്നത്. ഒറിജിനൽ മുഴുവൻ ഞാൻ വീട്ടിൽ തിരിച്ചു വന്ന് നോക്കുമ്പോൾ ഒറിജിനൽ മുഴുവൻ എൻ്റെ വീട്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ഈ ഡ്യൂപ്ലിക്കേറ്റുകളും ഡെത്ത് സർട്ടിഫിക്കറ്റുകളും മാത്രമേ അവരുടെ കയ്യിലുള്ളായിരുന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അത് ഈ ഒരാഴ്ച 8 ദിവസമേ നീണ്ടു നിന്നുള്ളൂ. സമയത്തിൻ്റെ മാതാവ് അതുപോലെ തന്നെ സമയം കുറച്ച് എനിക്ക് സാധിച്ചു തന്നു. പിന്നെ അതുകൂടാതെ കഴിഞ്ഞ വർഷം ഞാൻ വളരെയധികം വിഷമിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ മകൾ MD ജനറൽ മെഡിസിൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളോട് ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യാൻ പറഞ്ഞാൽ ഉണ്ട്, ഇപ്പോൾ ഇവിടെ ഇല്ല, എഴുതേ. അതുകൂടാതെ എനിക്ക് പിന്നെ എൻ്റെ ഹസ്ബൻഡ് ഡൽഹിക്ക് പോയതാണ്. ഡൽഹിക്ക് പോയിട്ട് തിരിച്ചു വരുമ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ട് മൊബൈൽ നഷ്ടപ്പെട്ടു. എല്ലാ രേഖകളും പൈസയും എല്ലാം മൊബൈലിലേ ഉള്ളൂ. ക്യാഷായിട്ടും വേറെ ആരും സഹായിക്കാനില്ല, ഒറ്റയ്ക്കാണ് പോയത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു, എന്നെ വിളിച്ചു. ആ ഫോണിൽ നിന്നാണ് വിളിച്ചത്. വിളിച്ചിട്ട് ഞാനിപ്പോൾ അതേ ട്രെയിനിൽ കയറുകയാണ്, ട്രെയിൻ വന്ന് കിടക്കുവാണെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞൊരു 10
10 മിനിറ്റ് ആയില്ല. അതിന് മുമ്പ് എന്നെ വിളിച്ച് പറയുന്നു, എൻ്റെ ഫോൺ കാണുന്നില്ല, ഫോൺ നഷ്ടപ്പെട്ടു, എനിക്കിനി വിളിക്കാൻ സാധിക്കത്തില്ല, നിൻ്റെ നമ്പറാണ്, ഞാൻ ഒരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, ആ കടയിൽ വെച്ച് ആരെങ്കിലും എടുത്തുകൊണ്ട് പോയതാണെന്ന് അറിയില്ല, ഞാൻ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്, മൊബൈൽ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ, അത് കിട്ടുന്നവരാരെങ്കിലും വിളിക്കുകയാണെങ്കിൽ നിൻ്റെ നമ്പറിലേക്ക് നിന്നാണ് കൊടുത്തിരിക്കണമെന്ന് പറഞ്ഞു. ഞാൻ ഉടനടി മുട്ടുകുത്തി ഞാൻ എടുത്തു വെച്ച് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, മാതാവേ പൈസയില്ല, കോണ്ടാക്ട് ചെയ്യാൻ ഒരു ആളും ഇല്ല, ഈ സാധനം കിട്ടിയിട്ടില്ലെങ്കിൽ പല രേഖകളും അതിനകത്താണല്ലോ എന്നോർത്ത് ഞാൻ പറഞ്ഞു, മാതാവേ അദ്ദേഹം തിരിച്ചിവിടെ വീട്ടിലെത്തും മുമ്പ് ആ മൊബൈൽ കിട്ടിയെന്നൊരു അറിവ് എനിക്ക് ഉണ്ടാവണേന്ന് പറഞ്ഞു. പക്ഷേ പുള്ളി ട്രെയിൻ കയറി അതിലുള്ള കൂട്ടുകാരെന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചുകൊണ്ടിരുന്നു. ആ കടക്കാരൻ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മാഡം കിട്ടിയിട്ടില്ല കേട്ടോ, കിട്ടുകയാണെങ്കിൽ ഞാൻ പറയാമെന്ന് പറഞ്ഞു. ആ ട്രെയിനിലുള്ള ആൾക്കാരും എല്ലാവരും മാറി മാറി എന്നെ വിളിക്കുന്നുണ്ട്, കിട്ടിയിട്ടില്ല. അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ട് പറഞ്ഞു, ഇല്ല ലഭിച്ചിട്ടില്ല, ഒരു അറിവും വന്നിട്ടില്ല, പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് എന്തായാലും അത് മേടിച്ച് തരണം, എന്തെങ്കിലും തെറ്റ് അദ്ദേഹത്തിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ പുറത്തിട്ട് ആ മൊബൈൽ കിട്ടിയെന്ന് എനിക്കിന്ന്, അല്ലാതെ ഞാൻ ഉറങ്ങത്തില്ല എന്നും പറഞ്ഞ് ബൈബിളും പിടിച്ച് കട്ടിലേ തന്നെ ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എന്തായാലും ഞാനിത് വിവരം മാതാവ് എന്നോട് പറഞ്ഞു തരാതെ ഞാൻ ഉറങ്ങില്ല എന്നും പറഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ എനിക്കൊരു 12 മണി ആയപ്പോഴത്തേക്ക് എനിക്ക് ഇതിലുണ്ട് മൊബൈലിൽ, കടക്കാരനെ അയച്ചു തന്നാണ്. ആ അവിടുത്തെ ഡസ്റ്റ്ബിന്നിനകത്ത് മൊബൈൽ സൈലൻ്റാണ്, കാരണം മൊബൈലിന് ചാർജ് ഇല്ലാത്ത കാരണം സൈലൻ്റാണ്. അപ്പോൾ അയാൾ ആ നോക്കിയ ഓരോ ഡസ്റ്റ്ബിന്നും അയാൾ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് ഇട്ട് തന്നിട്ട് അതിൽ ഒരു ഡസ്റ്റ്ബിന്നിൽ മൊബൈലുണ്ട്, ഈ ഫുഡ് വേസ്റ്റ് കൊണ്ട് ഇട്ട കൂട്ടത്തിൽ മൊബൈലും കിടക്കുമായിരുന്നു. അങ്ങേരെടുത്തു, വേറൊരാൾ വഴി ഞങ്ങൾക്ക് കൊരിയർ ചെയ്ത് തന്നു. ആ സാധനം ഞങ്ങൾക്ക് അദ്ദേഹം കൊരിയർ ചെയ്ത് ഞങ്ങൾക്കത് 10-15 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ലഭിക്കാൻ സാധിച്ചു. അത് വലിയൊരു അത്ഭുതമാണ്. കാരണം ഒരു മൊബൈലൊക്കെ കാണാതെ പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ഡൽഹിയിലൊക്കെ കിട്ടിക്കഴിഞ്ഞാലൊന്നും ആരും തിരിച്ചു തരുന്ന ആളല്ല. ഇത് വെറും ഒരു ചായക്കട നടത്തുന്ന, കാപ്പിക്കട, റെയിൽവേ സ്റ്റേഷൻ നടത്തുന്ന ഒരു വ്യക്തിയാണ് ഇത്രയും സഹായിച്ചു. ഞാൻ കൊരിയറിനുള്ള പൈസ ഞാൻ പിന്നെയാണ് അന്ന് വിളിച്ച് പറയുമ്പോൾ തന്നെ ഞാൻ ഇട്ട് കൊടുത്തു. അത്രമാത്രം അത്ഭുതകരമായിട്ട് മാതാവ് രക്ഷിച്ചു. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഇവിടെ നിന്ന് ബാംഗ്ലൂർ പോകുമ്പം കൈ കിടന്ന് റിങ് ലഗേജ് എടുത്ത് പ്ലാറ്റ്ഫോമിൽ പോയി. പക്ഷേ പുള്ളി അറിയണില്ല, പുറത്തിറങ്ങി ഓട്ടോ വിളിക്കാൻ നേരത്താണ് റിങ് നഷ്ടപ്പെട്ടത് അറിയുന്നത്. തിരിച്ചോടി വീണ്ടും കമ്പാർട്ട്മെൻറ്റിൽ വീണോന്ന് അറിയാനായിട്ട് പോകുമ്പോഴത്തേക്ക് ഒരു ലോഡ് ചുമക്കുന്ന ആൾ, ചുമട്ടുതൊഴിലാളി പറഞ്ഞു, എന്താ സാറേ പോകുന്നതെന്ന് ചോദിച്ചിട്ട് ആ മോതിരം കിട്ടിയിട്ട് അവർ വേറൊരാളെ ഏൽപ്പിച്ച് അവിടെ കൊണ്ടു കൊടുത്തിട്ട് ആ മോതിരം അപ്പം തന്നെ തിരിച്ച് വാങ്ങിച്ചു കൊടുത്തു. പക്ഷേ ഇതെല്ലാം സംഭവിക്കുന്നത് എനിക്ക് ഉടമ്പടി എടുക്കാൻ പറ്റാത്തപ്പോഴൊക്കെ പുള്ളിയാണ് ഉടമ്പടി എടുക്കുന്നത്. ആദ്യം ഉടമ്പടി എടുത്തിട്ട് ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോയി, അന്ന് ട്രെയിനിൽ നിന്ന് ഏറ്റവും മേളിലത്തെ സീറ്റിൽ നിന്ന് താഴേക്ക് ഇറങ്ങുമ്പോൾ വീണു. പക്ഷേ ഇവിടെ നിൽക്കുന്നു, ഒന്നും സംഭവിച്ചിട്ടില്ല. മുട്ടിടിച്ചെന്നുള്ളൊരു വേദനയില്ലാതെ, ഒരു പാട് പോലും ഇല്ലാതെ മാതാവ് സൂക്ഷിച്ചു. രണ്ടാമത്തെ ഉടമ്പടി എടുത്തെന്നാണ് ഈ മോതിരം കാണാൻ പോകുന്നത്. മൂന്നാമത്തെ ഉടമ്പടി എടുത്തിട്ട് ഡൽഹിക്ക് പോയി, ഡൽഹിയിൽ ഇത് പോയി. അപ്പോൾ ഞാൻ എപ്പോഴും പറയും മാതാവിനെ പ്രാർത്ഥന. അപ്പോൾ അച്ഛൻ ഇവിടെ പ്രസംഗിക്കുമ്പോൾ പലപ്പോഴും പറയും, ഉടമ്പടി എടുത്തുകൊണ്ട് മാത്രമില്ല, നമ്മൾ അതിൽ ഉടമ്പടി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ആലപ്പുഴ വന്ന് പണി മേടിക്കരുതെന്ന് അച്ഛൻ പല പ്രാവശ്യവും ഇവിടെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അശ്രദ്ധകൾ നമ്മൾ ഉടമ്പടിയിൽ വരുത്തുന്നുണ്ടെങ്കിൽ അതിനെ ദൈവം ഓർപ്പിക്കാനാണ് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വേദനകൾ നമുക്ക് തരുന്നത്. പിന്നെ കൂടാതെ ഞാൻ എൻ്റെ ഈ ഉടമ്പടിയുടെ ഒരു ഉഴപ്പ് വന്നത് ജൂണിൽ എനിക്കൊരു പുതിയ സെർവൻറ്റ് വന്നു. അതുവരെ എനിക്ക് 4 മണിക്ക് എണീറ്റ് പാചകങ്ങൾ ചെയ്യേണ്ട ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ഇവർ വന്ന് ജോയിൻ ചെയ്ത് ഇനി 2 ദിവസം ഒന്ന് കിടന്ന് ഉറങ്ങിയിട്ട് 6:30 മുമ്പ് എണീറ്റ് പ്രാർത്ഥിച്ചാൽ മതിയല്ലോ, കാരണം ഇവിടെ ഡെയിലി ബ്രെഡ് 5:30 അപ്പോൾ എന്നും 5:30 ഇത് അറ്റൻഡ് ചെയ്യണം, എനിക്ക് 4 മണിക്ക് എണീക്കണം. ഈ ഒരു ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അന്ന് ഒരു ദിവസം ഉറങ്ങി, എണീറ്റില്ല, ബെല്ലടിച്ചു, മൊബൈലിൽ ഞാൻ ഓഫ് ചെയ്തിട്ട് വീണ്ടും കിടന്നു. പിറ്റേ ദിവസം ഞാൻ അതുപോലെ തന്നെ 5:30 മൊബൈൽ അടിക്കുന്നുണ്ട്, ഓഫ് ചെയ്തപ്പോൾ ഇത് അടിക്കുമ്പോൾ ഉള്ള പ്രകാശത്ത് നോക്കുമ്പോൾ എൻ്റെ ബെഡ്റൂമിൻ്റെ വാതിലുമേൽ മാതാവിൻ്റെ പകുതി രൂപം തെളിഞ്ഞു. കാരണം ഞാൻ ഡെയിലി ബ്രെഡ് അതുവരെ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്തുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വ്യക്തിയാണ്. പക്ഷേ ഈ ഒരു ജോലിക്കാരത്തെ കിട്ടിയല്ലോ, അപ്പോൾ ഇനി അവർ രാവിലെ എണീറ്റ് എല്ലാം ചെയ്തോളുമല്ലോ എന്ന് ഓർത്തിട്ട്, എന്നാൽ എണീറ്റ് നിന്ന് പ്രാർത്ഥിക്കേണ്ട, 6:30 ആകുമ്പോൾ എണീറ്റ് പ്രാർത്ഥിച്ചാൽ മതി എന്നുള്ള ആ ഒരു ഉഴപ്പിന്
ആ സെക്കൻഡിൽ അമ്മ അവിടെ പ്രത്യക്ഷപ്പെട്ടു. അപ്പോൾ അതിനിടയ്ക്ക് പലപ്പോഴും ഞാൻ കരഞ്ഞു പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും വീട്ടിൽ അമ്മ മാതാവ് പോകണമെന്ന് ഞാനിവിടെ പ്രസംഗിച്ച് കേട്ടിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്ത് മാത്രം എന്താ അമ്മ വരാത്തത്, അപ്പോൾ എന്നോട് ഇഷ്ടമില്ലാഞ്ഞിട്ടാണോ എന്ന് ഞാനിങ്ങനെ, എനിക്ക് അമ്മ ഇല്ലല്ലോ, അപ്പോൾ അമ്മയ്ക്ക് ഒരു പ്രാവശ്യം എൻ്റെ അടുത്തൊന്ന് വന്നൂടെ എന്ന് ഞാനിങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ആ കറക്റ്റ് ഞാൻ ആ ഉടമ്പടി ഉഴപ്പി അന്ന് തന്നെ വീട്ടിലെത്തി ഡോറയിൽ അതുപോലെ ഞാൻ ഉടനെ പുള്ളിയെ വിളിച്ച് എഴുന്നേൽപ്പിച്ചു. ദേ മാതാവ് വീട്ടിൽ വന്നിരിക്കുന്നു, നിങ്ങൾ നോക്കെന്ന് പറഞ്ഞു. പുള്ളിയെ എണീറ്റ് കണ്ടിട്ട് സ്തംഭിച്ചങ്ങ് ഇരുന്ന് പോയി. കാരണം എന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ കാണുമ്പോൾ പേടിച്ചു പോയി, അങ്ങ് ഒന്നും നമുക്ക് പറയാനോ ചെയ്യാനോ പറ്റാത്ത അവസ്ഥയിൽ ആയിപ്പോയി. അങ്ങനെ എനിക്ക് അതുപോലെ തന്നെ ഇപ്പം കുറേ ഞാൻ ആർക്കെങ്കിലും എണ്ണയോ ഉപ്പോ കൊടുത്തിട്ട് പ്രാർത്ഥിച്ച് കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് അസുഖങ്ങൾ മാറുകയും ആശുപത്രികളിലൊക്കെ ഞാൻ പോകാറുണ്ട്, പത്രങ്ങൾ കൊടുക്കാറുണ്ട്. പിന്നെ കാരുണ്യപ്രവർത്തനമായിട്ട് ഞാനൊരു അമ്മയെ എടുത്ത് അവിടെ നോക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള അവർക്ക് ഒരു പകുതി ഭാഗം ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് തളർന്ന ആളാണ്, ശരിക്കും നടക്കാനൊന്നും പറ്റാത്ത. അവരെൻ്റെ കൂട്ടത്തിൽ അവിടെ തന്നെ താമസിച്ച് അവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. പിന്നെ ഒരു ആൺകുട്ടിയെ എടുത്ത് വളർത്തുന്നുണ്ട്. അവനാണെങ്കിൽ ഇപ്പോൾ BA കഴിഞ്ഞു, നേഴ്സിങ്ങിന് ഇപ്പോൾ സെക്കൻഡ് ഇയർ ആണ്. അപ്പോൾ അതും 6ാം ക്ലാസ്സിൽ കിട്ടിയതാണ്, ആ കുട്ടിയെ പള്ളിയിൽ നിന്ന് തന്നാണ്. ഇതുവരെ അവനെ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. പിന്നെ ഞാൻ ബിസിനസ്സാണ്, അപ്പോൾ ഹോസ്റ്റലാണ്. അപ്പോൾ ഫീസില്ലാതെയും പല കുട്ടികൾ വരികയും എടുക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊക്കെ ഞാൻ അങ്ങനെ കൊടുത്തിട്ട് പൈസ വാങ്ങിക്കാതെയൊക്കെ നിർത്തുന്നുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് പത്രം ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് എല്ലാ മാസവും 3-4 കെട്ടും. ഞാൻ പണ്ട് പത്രം മേടിച്ചാൽ എങ്ങനെയും പള്ളിയിലോ എനിക്ക് കാണുന്ന എവിടെയെങ്കിലും കൊടുത്തത് തീർക്കണമെന്നുള്ളായിരുന്നു. ഇപ്പം ഞാൻ അങ്ങനെയല്ല, ആ പത്രം അത് ആവശ്യമുള്ളവരാണോ എന്ന് മാത്രം നോക്കിയിട്ട് ഞാൻ കൊടുക്കാറുള്ളൂ. കാരണം ഞാൻ ഇവിടുന്ന് തിരുവനന്തപുരം വരെ കൊണ്ടേ കൊടുക്കും, പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എടുക്കുന്ന പത്രങ്ങൾ കൊടുക്കും. പിന്നെ വസ്ത്രങ്ങൾ പറ്റുന്നിടത്തോളം മേടിച്ചിട്ടും അല്ലാതെയും പഴയതും ഒക്കെ ആയിട്ടും ആൾക്കാർക്ക് കൊടുത്തു വിടും. പിന്നെ അനാഥാലയത്തിന് ഭക്ഷണത്തിന് കൊടുക്കും, പള്ളിയിൽ അരി മേടിച്ചിട്ട് കൊടുക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ അവർ പാവപ്പെട്ടവർക്കായിട്ട് അത് ആഴ്ചയിൽ അവർ കൊടുക്കും, കഞ്ഞി വെച്ച് കൊടുക്കും ഒക്കെ ഉണ്ട്. എല്ലാ മാസവും പറ്റുകയാണെങ്കിൽ ഓരോ ചാക്കെടുത്ത് അങ്ങനെ കൊടുക്കുന്നുണ്ട്. പിന്നെ എൻ്റെ വരുമാനത്തിൻ്റെ ഒരു 5% ഇവിടുത്തെ പള്ളിക്ക് തന്നെ ഞാൻ എല്ലാ മാസവും വന്ന് അടച്ചിട്ട് പോകുന്നുണ്ട്. പിന്നെ ഭക്ഷണം ചിലപ്പോഴെല്ലാം ഉണ്ടാക്കിയിട്ട് റോഡിലിരിക്കുന്ന ആൾക്കാർക്ക് ഞാൻ കൊണ്ടുപോയി പൊതി കെട്ടിയിട്ട് കൊടുക്കും, ആശുപത്രിയിൽ പോയിട്ട് കൊണ്ടുപോയി കൊടുക്കും. പിന്നെ എൻ്റെ അടുത്ത് എന്തെങ്കിലും വിഷമം വന്ന് ഒരു ദിവസം ഒരു അന്തി ഉറങ്ങണമെന്ന് പറഞ്ഞ് ആര് വന്നാലും ഞാൻ സാധാരണ അവിടെയുള്ള ഹോസ്റ്റലുകാർ പുറത്തുനിന്ന് അങ്ങനെ വരുന്നവരെ കയറ്റാറില്ല. എങ്കിൽ പോലും റിസ്ക് എടുത്തിട്ട് ഞാൻ നിർത്തി ഒരു ദിവസമോ 2 ദിവസമോ പൈസ ഇല്ലെങ്കിൽ പോലും നിർത്തി ഭക്ഷണം കൊടുത്തിട്ട് ഞാൻ വിടാറുള്ളൂ. ആരെൻ്റെ അടുത്ത് വന്നാലും ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തിട്ടോ അല്ലാതെ ഞാൻ വിടാറില്ല. പക്ഷേ മാതാവ് എപ്പോഴും എനിക്ക് എന്തെങ്കിലും വരാനുണ്ട്, എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ എനിക്ക് അതിനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ മുന്നേ കൂട്ടി എനിക്ക് സ്വപ്നത്തിലൂടെയോ അല്ലെങ്കിൽ കാഴ്ചയിലൂടെയോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞായിട്ടോ അല്ലെ അച്ഛൻ പ്രസംഗിക്കും. ആ അച്ഛൻ്റെ സ്പീച്ച് ഞാൻ എല്ലാ ദിവസവും കേൾക്കാതെ കിടക്കത്തില്ല. അപ്പം തന്നെ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കണം. അല്ലെ ബൈബിൾ എടുക്കും. ഞാൻ എല്ലാ ദിവസവും അരമണിക്കൂർ ബൈബിൾ വായിക്കുന്ന. എന്നോട് ബൈബിൾ നന്നായിട്ട് സംസാരിക്കാം, ഈശോ നന്നായിട്ട് എന്നോട് സംസാരിക്കും. കാരണം എനിക്ക് എന്താണ് നമ്മൾ പ്രശ്നം എന്ന് വെച്ച് ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി എടുക്കുമ്പോൾ പേജിൽ അതിൽ തന്നെ എനിക്ക് മറുപടി തന്ന് എന്നെ ആശ്വസിപ്പിക്കും. അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ ഇപ്പോൾ കുർബാനയ്ക്ക് പോകുമ്പോൾ എനിക്കിപ്പോൾ പല പ്രാവശ്യവും കുർബാനയിൽ ഈശോയെ പള്ളി കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു 3 പ്രാവശ്യത്തോളമായി എനിക്ക് അങ്ങനെ ഈശോയെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അവിടെ കുർബാന നടക്കുമ്പോൾ എനിക്ക് കരയാൻ തോന്നും. കുർബാന പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കരയാൻ തോന്നുകയും ഈശോയെ എനിക്ക് അവിടെ പള്ളിയിൽ കാണാൻ സാധിക്കുന്നു. ഇപ്പം 3-4 പ്രാവശ്യം എനിക്ക് അങ്ങനെ സംഭവിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ അനുഗ്രഹം എനിക്ക് ധാരാളം ഉണ്ട്. ഞാൻ ഇവിടെയും വന്നിട്ട് പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം മടക്കാൻ സമയമുള്ളപ്പോൾ ഒക്കെ മടക്കും. പിന്നെ എൻ്റെ വരുമാനത്തിൻ്റെത് 10-ാം തീയതിക്കുള്ളിൽ ഞാനിവിടെ ഒരു ഷെയർ ഇവിടെ പള്ളിയിൽ അടയ്ക്കും. കാരണം ഇവിടെ അത് ഒരുപാട് ആൾക്കാർക്ക് ഉപയോഗപ്പെടുന്ന ഒരു കാര്യമായിട്ട് ആ പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ തന്നെ ഇവിടെ ഞാനത് സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഞാനൊരു രോഗിയായിരുന്നു. ഷുഗറിൻ്റെ അസുഖം വളരെ അധികം എനിക്കുണ്ടായിരുന്നു. എനിക്ക് 380, 340 ഇങ്ങനെയുണ്ട്. ഞാൻ രാവിലെയും വൈകിട്ടും ഇൻസുലിൻ എടുക്കുന്ന ആളാണ്. എന്നാലും എനിക്ക് കുറയത്തില്ലായിരുന്നു. ഞാൻ പക്ഷേ ഒരിക്കലും എൻ്റെ ഉടമ്പടിയിൽ എനിക്കിന്നത് വേണമെന്ന് ഇന്ന് വരെ ഇവിടെ ഉടമ്പടിയിൽ ഒരാവശ്യം വെക്കാറില്ല. എനിക്കിന്ന ആവശ്യം എന്നാണ്, എൻ്റെ ആരോഗ്യം വേണം, അങ്ങനെ ഞാൻ പറയാറില്ല. എനിക്ക് പരിചയപ്പെട്ടവർക്കും അടുത്തവർക്കും എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർക്കും വേണ്ടിയാണ് ഞാൻ കൂടുതലും പറയുന്നത്. പക്ഷേ ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ഉടമ്പടിയിൽ ഞാൻ വച്ചു, മാതാവേ ഓടി നടന്ന് ഇവർക്ക് വേണ്ടിയൊക്കെ ജോലി ചെയ്യണമെങ്കിൽ എൻ്റെ ആരോഗ്യം എന്താണ്, ഷുഗർ ഇങ്ങനെ കൂടിക്കഴിഞ്ഞാൽ എനിക്ക് ഒട്ടും പറ്റുന്നില്ല എന്ന് വെച്ചു. പക്ഷേ ഇപ്പോൾ ഷുഗർ 2 മാസമായിട്ട് നോർമലിലും താഴെയാണ്.
എല്ലാ ദിവസവും നോക്കുമ്പോൾ 120 താഴെയാണ്. ഞാൻ എല്ലാ ദിവസവും രാത്രി എണ്ണ കുരിശ് വരച്ച് ഇട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ എനിക്ക് രോഗസൗഖ്യവും നൽകി അനുഗ്രഹിച്ചു. ഈശോയ്ക്കും മാതാവിനും കോടാനുകൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനം. തോബിത്തിൻ്റെ പുസ്തകം 4:21. മകനെ, നമ്മൾ ദരിദ്രരായി തീർന്നതിനാൽ നിനക്ക് ആദി വേണ്ട. നിനക്ക് ദൈവത്തോട് ഭക്തിയുണ്ടായിരിക്കുകയും നീ പാപത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുകയും ആ വിടുതലേക്ക് പ്രീതികരമായത് അനുഷ്ഠിക്കുകയും ചെയ്താൽ നിനക്ക് വലിയ സമ്പത്ത് കൈവരും. യേശുവിൽ പ്രിയമുള്ളവരെ, ഗീത തൃപ്പൂണിത്തറയുടെ സാക്ഷ്യമാണ് നമ്മളോട് പറയുന്നത്. അവർ പറയുന്നത് ഉടമ്പടി ജീവിതത്തിൽ ഒരിക്കലും ഉഴപ്പ് കാണിക്കരുത്. അല്പം മടി കാണിച്ചാൽ ഉടനെ അമ്മ മാതാവ് ഒന്ന് കൊട്ടും. അതാണ് തൻ്റെ ജീവിത പങ്കാളിക്ക് കിട്ടിയത്. പ്രാർത്ഥിക്കാതെ നിന്നാൽ ഉടനെ ഒന്ന് പേടിപ്പിക്കും. അത് മാതാപിതാക്കൾ മക്കളോട് പറയുന്നത് പോലെയാണ് പരിശുദ്ധമ്മ നമ്മളോട് കാണിക്കുന്നത്. നിങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ഉഴപ്പരുത്. കാര്യം അമ്മ ജീവനോടുകൂടി ആൾക്കാരെ പ്രത്യക്ഷപ്പെട്ടിട്ട് തന്നതാണിത്. അത് നിങ്ങൾ കൃത്യമായി ചെയ്താൽ പരിശുദ്ധമ്മ ഒരിക്കലും വഴക്ക് പറയില്ല. നമ്മൾ മാതാപിതാക്കൾ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്യുമ്പോൾ അവരോട് പറയുന്നത് പോലെ പരിശുദ്ധമ്മ അദ്ദേഹം പ്രാർത്ഥിക്കാതെ പോയെന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യ പറയുന്നത്. റിങ് കാണാറില്ല, എന്നാലൊന്ന് പേടിപ്പിച്ചിട്ട് അത് കൊടുക്കും. അതിനുശേഷം ഒന്ന് മേളിൽ നിന്ന് വീണു, അതിലും ഒന്ന് പേടിപ്പിച്ചു, വഴക്ക് പറയുകയാണ്. അമ്മ മാതാവ് വഴക്ക് പറയുന്നത് നമ്മൾ കേൾക്കുകയാണ്. 3 വർഷക്കാലമായി ഒരു സ്ഥലത്തിൻ്റെ ഇടപാടുണ്ടായിരുന്നു. ആവശ്യമില്ലാതെ സഹോദരങ്ങൾ വേദനിപ്പിക്കുകയാണ്. അമ്മ മാതാവ് അത് വിടത്തില്ല. ശക്തനായവൻ നിന്ന് വൻ കാര്യം ചെയ്തു കൊടുക്കുക അവർക്ക്. നിങ്ങൾ വിഷമിക്കേണ്ട കാര്യം ഉടമ്പടി ജീവിതമാണ്. അവരതിന് വെള്ളം ചേർക്കാതെ അമ്മയോട് തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കുകയാണ്. അമ്മയോ വിട്ടുള്ള ഒരു കാര്യവുമില്ല അവർക്ക്. അങ്ങനെ ഉടമ്പടി ജീവിതത്തിൽ അവർ മുന്നോട്ട് ഓരോ പടി വെച്ച് 3-ാമത്തെ പ്രാവശ്യമാണ് ആൾത്താരെ കയറി സാക്ഷ്യം പറയുന്നത്. ഉടമ്പടി പ്രതിഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷികളാണ്. ഒരു പ്രാവശ്യം പറഞ്ഞിട്ട് മടിക്കരുത്. സാക്ഷ്യപ്പെടുത്താമെന്ന് പറയുമ്പോൾ തന്നെ പരിശുദ്ധമ്മ അത് തമ്പുരാനോട് പറഞ്ഞു, നിങ്ങളെയും ദൈവത്തിൻ്റെ മുൻപിൽ മഹത്വപ്പെടുത്തും. ഇതാണ് ഉടമ്പടി സാക്ഷ്യത്തിൽ നിന്ന് ലഭിക്കുന്നത്. ഈ സാക്ഷ്യം കേട്ടിട്ട് നമ്മൾ എന്തു തീരുമാനിക്കണം? ഉടമ്പടി ജീവിതത്തിൽ കാണാതെ പോകുന്നതെല്ലാം അമ്മയ്ക്കറിയാം. അമ്മയോടാണ് പറയുന്നത്. തൻ്റെ പുത്രനെ കാണാതെ വന്നപ്പോൾ സഹിച്ച വേദന അമ്മയ്ക്കറിയാവല്ലോ. അമ്മേ, എനിക്കത് കാണിച്ചു തരണമേ. ആ മൊബൈലിൻ്റെ കാര്യം വേസ്റ്റിൽ കൊണ്ടുപോയിട്ടതാണ്. അമ്മയോട് പറയുകയാണ്, അമ്മേ അത് കിട്ടണേ. അത് കിട്ടിയില്ലെങ്കിൽ വളരെ വേദനയായിരിക്കും. അപ്പം അമ്മയ്ക്കറിയാവല്ലോ അമ്മയുടെ പുത്രൻ്റെ കാര്യം. ആ വേദന അമ്മ ഉടനെ പുത്രനിലേക്ക് കാണിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് അവർക്കുടനെ അത് സാധിച്ചു കൊടുത്തു. യേശുനാമം മഹത്വപ്പെട്ടിട്ട്. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. ദൈവാനുഗ്രഹത്താൽ 2-ാമത്തെ പ്രാവശ്യമാണ് ഈ പുണ്യപ്പെട്ട സ്ഥലത്ത് നിൽക്കാനുള്ള ഭാഗ്യം ലഭിച്ചത്. എൻ്റെ പേര് മിനി രാജൻ. വീട് ചാലക്കുടി മേലൂരാണ്. ഇതെൻ്റെ മകൾ കൃഷ്ണ, കുഞ്ഞ് സയാൻ. ആദ്യമായിട്ട് എൻ്റെ മോൾക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ്. കുറേ നാളുകളായിട്ട് ഇവൾക്ക് വയറുവേദനയായിരുന്നു. വയറുവേദന, എന്ത് ഭക്ഷണം കഴിച്ചാലും ഉടനെ തന്നെ ടോയ്ലറ്റിലേക്ക് പോകണം. ഇങ്ങനെ ലൂസ് മോഷനാണ്. കുറേ നാളായി അങ്ങനെ ആ ബുദ്ധിമുട്ട് അവൾ അനുഭവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്നൊരു സ്കാൻ ചെയ്ത് കാണിക്കാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ എൻഡ്രോസ്കോപ്പി ചെയ്യണമെന്ന് പറഞ്ഞു. എൻഡ്രോസ്കോപ്പി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ട് എനിക്ക് ഡൗട്ട് തോന്നിയാൽ ഉടനെ തന്നെ അത് ബയോപ്സിക്ക് അയക്കേണ്ടി വരും. അതിനുള്ള പൈസ കൂടി കരുതിക്കൊള്ളണമെന്ന് സാറ് പറഞ്ഞു.
ഞാൻ എൻ്റെ 8ാമത്തെ ഉടമ്പടിയിലാണ്. ഞാൻ 2019 തുടങ്ങി കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്ത് എൻ്റെ ഉടമ്പടി ജീവിതമാണ്. ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു, ഒന്നുകൊണ്ടും പേടിക്കേണ്ട, ഒരു കുഴപ്പം വരില്ല. ഞാൻ ഇവൾക്ക് ഉടമ്പടി തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി, നമ്മുടെ അച്ഛൻ പറഞ്ഞിട്ടുണ്ട് വിശ്വാസ പ്രമാണം വിശ്വാസത്തോടെ ചൊല്ലി മനസ്താപ പ്രകരണം കൂടി ചൊല്ലിയിട്ട് വേണം നിങ്ങളത് ഉപയോഗിക്കാമെന്ന്. അതുപോലെ തന്നെ ഞാൻ ഇവളുടെ വയറ്റിലും നെറ്റിയിലും കുരിശ് വരച്ചു. എൻ്റെ മോൾക്ക് ഉപ്പ്, തേന്, തൈലം എല്ലാം ഞാൻ സ്ഥിരമായിട്ട് കൊടുക്കും. ഇതൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ബയോപ്സിക്ക് പോയത്. ബയോപ്സി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡോക്ടർ അങ്ങനെ പറഞ്ഞത് പ്രകാരം ബില്ലടച്ചു, ബയോപ്സിക്ക് കൊടുത്തു. ഞങ്ങളോട് പറഞ്ഞു 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ വന്നോളാൻ പറഞ്ഞു. റിസൾട്ട് ലാബിൽ ഒന്ന് റിസൾട്ട് വാങ്ങിയിട്ട് എൻ്റെ റൂമിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞ് ഡോക്ടർ ഞങ്ങളെ വിട്ടു. ഞാൻ നന്നായിട്ട് മാതാവിനോട് പ്രാർത്ഥിച്ച് നിയോഗം വെച്ച് ഞാനിവിടെ വന്നൊരു എൻ്റെ മോൾക്കൊരു കുഴപ്പമില്ലാതിരുന്നാൽ ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളാം മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ നന്നായി പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഈ 10ാം ദിവസം എന്ന് പറയുന്നത് അത് സെപ്റ്റംബർ 8 നമ്മുടെ അമ്മ മാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ അന്ന് ഞാൻ എല്ലാ 50 നോയമ്പും 25 നോയമ്പും 8 നോയമ്പൊക്കെ കൃത്യമായിട്ട് ഞാൻ പാലിക്കും. മത്സ്യമാംസങ്ങളൊന്നും കഴിക്കില്ല. അങ്ങനെ ഉപവാസവും നോമ്പ് ഒക്കെ എടുത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരാളാണ്. അന്ന് ഞാൻ അക്രൈസ്തവരാണ്. ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിലൂടെ ലഭിച്ച അനുഗ്രഹങ്ങൾ എൻ്റെ ആദ്യത്തെ സാക്ഷ്യം കേട്ടിട്ടുള്ളവർക്കറിയാം. അത്ര വലിയ അനുഗ്രഹങ്ങളാണ് എനിക്ക് അമ്മമാതാവ് വഴിയായിട്ട് ഈശോ തന്നിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ സെപ്റ്റംബർ 8 ദിവസം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇന്ന് അമ്മയുടെ ജന്മതിരുനാളാണ്, ഇന്ന് സന്തോഷിക്കാനുള്ളൊരു വാർത്ത തന്നെ തരണേ അമ്മേ. എൻ്റെ മകൾക്ക് എന്തെങ്കിലും ഒരു ദുഃഖം, ഒരു വേറെ എന്തെങ്കിലും ഒരു കുഴപ്പമാണ് പറയണമെങ്കിൽ അതൊരു വല്ലാത്തൊരു വേദനയായി മാറും. അതിനുള്ളൊരു വരരുത്, എൻ്റെ മോൾക്ക് നെഗറ്റീവ് ആകണേ മാതാവി എന്ന് പറഞ്ഞ് ഞാൻ നന്നായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിൻ്റെ ഫലമായിട്ട് ഞങ്ങൾ 8ാം തീയതി തന്നെ ഹോസ്പിറ്റലിൽ ചെന്ന് ലാബിൽ ചെന്ന് റിസൾട്ട് ചോദിച്ചപ്പോൾ സിസ്റ്റർ പറഞ്ഞു, കൃഷ്ണയുടെ റിസൾട്ട് ഡോക്ടർ റൂമിലേക്ക് കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു. റൂമിൽ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇതിന് ഒരു കുഴപ്പമില്ല കേട്ടോ, വളരെ നെഗറ്റീവാണ്, മോൾക്ക് ഒരു പ്രശ്നവുമില്ല, ഞാൻ വിചാരിച്ച പോലെയുള്ള ഒരു പ്രശ്നവും ആ കുട്ടിക്കില്ല, കുടലിൽ ഇച്ചിരി നീർക്കെട്ടുണ്ട്, അത് 1 മാസം മരുന്ന് കഴിച്ചാൽ മതി, അത് മാറിപ്പോക്കോളും, ദൈവാനുഗ്രഹമാണെന്ന് പറഞ്ഞു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ രണ്ടാമതായിട്ട് ഞങ്ങളുടെ വീടിനോട് ചേർന്ന് കുറച്ച് സ്ഥലം അങ്ങനെ കിടക്കുന്നുണ്ട്. അതിന് ഒരറ്റത്താണ് അവരുടെ വീട്. അപ്പോൾ ഞങ്ങളുടെ കുറേ മരങ്ങൾ അവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീട് പണിതതിന് ശേഷം വെച്ച മരങ്ങളാണ് ഈ മഹാഗണിയുടെ മരങ്ങൾ. അപ്പോൾ അതിൻ്റെ വല്ലാത്ത ശല്യമാണ് ഞങ്ങൾക്ക്. കാറ്റ് ഉതുമ്പോഴൊക്കെ വീട്ടിലേക്ക് ചവറ് വരും, മഞ്ഞ് സമയമായ നിറച്ച് പുഴുക്കൾ വരും. അത് മരം വെട്ടാൻ അവർക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഒരു പ്രാവശ്യം എൻ്റെ ഭർത്താവ് അവരോട് പറഞ്ഞ് ഇത്തിരി ഇഷ്ടക്കുറവിലായി 2 മരം വെട്ടിക്കളഞ്ഞു. അതിൻ്റെ ഒരു ഇഷ്ടക്കുറവ് അവർക്ക് ഞങ്ങളോട് ഉണ്ട്. എങ്കിലും ഞാനിവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞങ്ങൾക്ക് ഭീഷണിയായിട്ട് നിൽക്കുന്ന, ഞങ്ങളുടെ ഭവനത്തിന് ഭീഷണിയായിട്ട് നിൽക്കുന്ന ആ മരങ്ങളൊന്ന് മുറിച്ച് മാറ്റിത്തരാൻ അമ്മ ഈശോയോട് പ്രാർത്ഥിക്കണേ, അവർക്ക് തോന്നണേന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. ഞാൻ വിശ്വാസത്തോടെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് അവിടെ വെതറിയായിരുന്നു. അതിൻ്റെ ഫലമായി ഞാൻ വീട്ടിലെത്തിയപ്പോൾ എൻ്റെ അമ്മ പറയാണ്, മരം നോക്കാൻ ആൾ വന്നിട്ടുണ്ടായിരുന്നു, ഒരു 10-12 മരങ്ങൾ അവർ വരച്ചു പോയിട്ടുണ്ട് വെട്ടാനായിട്ടെന്ന്. അപ്പോൾ അതുപോലെ തന്നെ അവർ ഒരു 12 മരങ്ങൾ മുറിച്ച് മാറ്റി തന്നു. അതിൽ അമ്മ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. കൃപാസന മാതാവിന് ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. പിന്നെ മൂന്നാമതായിട്ട് എനിക്ക് വളരെ ചെറുപ്പം മുതൽ ഇങ്ങനെ ബ്ലഡ് വളരെ കുറവുള്ള ഒരാളായിരുന്നു ഞാൻ. എനിക്ക് ഓർമ്മ വെച്ച കാലം മുതൽ അങ്ങനെയാണ്. അതിനുവേണ്ടി എന്ത് മരുന്ന് കഴിച്ചാലും ഭക്ഷണം കഴിച്ചാലും ബ്ലഡ് കൂടാറില്ല. അപ്പോൾ എനിക്ക് തൈറോയിഡ് ഉണ്ട്. ഞാൻ തൃശ്ശൂർ ജൂബിലിയിൽ ഡോക്ടറെയാണ് കാണുന്നത്. അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ബ്ലഡ് കുറഞ്ഞു പോകുന്നത്, അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും, നമുക്ക് ആ കാരണം കണ്ടുപിടിക്കണം. ഒരു കാര്യം ചെയ്യൂ, ഈ ടെസ്റ്റ് ചെയ്തിട്ട് ചാലക്കുടി തന്നെ ഡോക്ടറെ കാണിക്കൂ, എന്തെങ്കിലും പ്രശ്നം ഡോക്ടർ പറയുകയാണെങ്കിൽ മാത്രം ഇവിടേക്ക് വന്നാൽ മതി, അല്ലെങ്കിൽ ഇങ്ങോട്ട് വരണ്ടാന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു. കാരണം എനിക്ക് എന്തെങ്കിലും ഒരു അസുഖം വന്നാൽ മരിക്കാൻ പേടിയുണ്ടായിട്ടല്ല, എന്നാലും ഇപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതോടുകൂടി എൻ്റെ കുടുംബം പോകും. എന്തെങ്കിലും ഒരു വലിയ അസുഖമൊക്കെ ആണെങ്കിൽ എനിക്ക് എൻ്റെ മകനും മരുമകളും സംസാരിക്കാൻ കഴിയാത്തവരാണ്. അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങൾക്കും ഞാനാണ് നടക്കുന്നത്. അവരുടെ വിവാഹമൊക്കെ മാതാവ് തന്നെയാണ് നടത്തി തന്നത്. അതൊക്കെ ആ സാക്ഷ്യത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഞാൻ ലാബിലേക്ക് പോയപ്പോൾ ഇതുപോലെ വിശ്വാസ പ്രമാണം ചൊല്ലി ഉപ്പ് കഴിച്ചു, തേൻ കഴിച്ചു, തൈലം പുരട്ടി ഉടമ്പടി കാശ് രൂപം മുറുക്കെ പിടിച്ച് മാതാവിനോട് പറഞ്ഞു, മാതാവേ അമ്മേ, കുരിശിൽ കിടന്നുകൊണ്ട് അവസാന തുള്ളി രക്തം വരെ ഈശോ ഞങ്ങൾക്ക് തന്നതാണ്. ഒരു തുള്ളി രക്തം എനിക്കിപ്പോൾ തന്നാൽ എൻ്റെ ശരീരത്തിൽ ആവശ്യമുള്ള ബ്ലഡാവും. അതിനുവേണ്ടി എനിക്ക് വേറൊരു പ്രശ്നമൊന്നും എനിക്ക് ഉണ്ടാവില്ലേ മാതാവ്, ഇതൊന്നും താങ്ങാനുള്ള ശക്തി എനിക്കില്ല എന്ന് ഞാൻ പറഞ്ഞു. എൻ്റെ ഭർത്താവ് നന്നായി മദ്യപിക്കുന്ന ഒരാളാണ്. എൻ്റെ കുടുംബത്തെ അവസ്ഥകളെല്ലാം മാതാവിനെ നന്നായിട്ട് അറിയാം. അപ്പോൾ അങ്ങനെ ബ്ലഡ് എടുത്തു. പിറ്റേ ദിവസം ആ കുട്ടി പറഞ്ഞത് റിസൾട്ടിന് വന്നോളൂ എന്ന് പറഞ്ഞു. റിസൾട്ട് വാങ്ങി ഞാൻ അടുത്തുള്ള ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറെ കാണിച്ചു. പഴയ റിസൾട്ടും പുതിയ റിസൾട്ടും കാണിച്ചു. മാറി മാറി നോക്കിയിട്ട് ആ ഡോക്ടർ എന്നോട് പറയുകയാണ്, ഇത് എങ്ങനെയാണ് 1 മാസത്തിനുള്ളിൽ ഒരാളുടെ ശരീരത്തിൽ ഇത്രമാത്രം ബ്ലഡ് കയറുന്നത്, ഇത് ഭയങ്കര അത്ഭുതമാണല്ലോ എന്ന് പറഞ്ഞു. ഒരു കാര്യം ചെയ്യും, 2 ആഴ്ച കഴിഞ്ഞ് ഒന്നും കൂടി നോക്കാവോ എന്ന് ചോദിച്ചു എന്നോട്. ഡോക്ടർക്ക് സംശയം, പക്ഷേ എനിക്ക് സംശയമില്ല, ഇത് എൻ്റെ അമ്മ മാതാവ് ഇടപെട്ട് ഈശോ വഴിയായി എനിക്ക് തന്നതാണ്. ഞാൻ പറഞ്ഞു, വേണ്ട ഡോക്ടറെ, 2 ആഴ്ച കഴിഞ്ഞ് ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഇത്
പ്രാർത്ഥനയുടെ ഫലമാണ്. ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതാണ്, ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ ആ ഡോക്ടറും പറഞ്ഞു. പിന്നെ എനിക്കിങ്ങനെ ഭയങ്കര ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് വർഷങ്ങളോളമായി ഞാൻ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ്. പീരീഡ്സ് ആയ എനിക്ക് എവിടെയും യാത്ര ചെയ്യാനൊന്നും പറ്റില്ല. അതുമൂലം ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. ഞാൻ അതും മാതാവിനോട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു. രക്തസ്രാവക്കാരി സ്ത്രീ ഈശോയുടെ വസ്ത്രത്തിൽ തൊട്ട മാത്രയിൽ അവളുടെ ശരീരത്തിൽ അവൾ സുഖം അനുഭവപ്പെട്ടു. ആ വചനം പറഞ്ഞ് ഞാൻ ആവർത്തിച്ച് പ്രാർത്ഥിക്കാറുണ്ട്. അതിൻ്റെ ഫലമായിട്ട് അമ്മ എനിക്ക് അതും പൂർണ്ണമായിട്ടും കൺട്രോളാക്കി തന്നു. ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന കുറേ മാതാവിൻ്റെ ഈശോയുടെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. ഞാനത് ഒത്തിരി ചുരുക്കി പറയാം. അത് എൻ്റെ ഭർത്താവിൻ്റെ അമ്മയും അനിയനും തനിച്ചാണ് താമസിച്ചിരുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ അനിയൻ മരിച്ചു. അപ്പോൾ അമ്മ അങ്ങനെ കിടപ്പിലായിപ്പോയി. അപ്പോൾ അമ്മ ആരുമായിട്ട് ഒരു വലിയ ടച്ചില്ലാതെ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടമല്ല മരുമക്കളെയൊന്നും. അപ്പോൾ അവരുടെ അവസ്ഥ കണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, അനിയൻ്റെ മരണശേഷം അമ്മേനെ നമുക്ക് നമ്മുടെ വീട്ടിൽ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. അപ്പോൾ അമ്മയ്ക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും പറ്റില്ല. അമ്മ അമ്മയുടെ വീട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് കട്ടിലുമേന്ന് എഴുന്നേക്കും, അമ്മ വീഴും. അതായിരുന്നു അമ്മയുടെ അവസ്ഥ. അങ്ങനെ ഞങ്ങൾ മുറിയിൽ താഴെ കിടത്തുന്നത്. അമ്മ ഈ കുഞ്ഞുങ്ങൾ കാണിക്കുന്ന പോലെ ഇങ്ങനെ എഴഞ്ഞു നടക്കുക, എല്ലാം മലമൂത്ര വിസർജനമൊക്കെ റൂമിൽ തന്നെ. അങ്ങനെ വല്ലാത്ത ഒച്ചപ്പാടും ഭയങ്കര പ്രശ്നം, ഭയങ്കര വയലൻ്റ് ആയിക്കൊണ്ടിരിക്കും അമ്മ. അപ്പോൾ അമ്മേനെ കാണാൻ വരുന്നവരൊക്കെ പറയും, ഇതിങ്ങനെ കിടന്ന് നരഹിക്കും, ഇതിപ്പോൾ ഒന്നും മരിക്കില്ല, ഇതിൻ്റെ സ്വഭാവത്തിൻ്റെയാണ്, അങ്ങനെയൊക്കെ പറയെങ്കിലും ഞാൻ അമ്മയ്ക്ക് വേണ്ടി എന്നും ഈ മാതാവിനോട് ഇവിടെ ഉടമ്പടി പുതുക്കിയപ്പോൾ അമ്മയ്ക്ക് നല്ല മരണം കൊടുക്കണം, അമ്മേനെ ഇങ്ങനെ കഷ്ടപ്പെടുത്തരുതേന്ന് പറഞ്ഞ് ഞാൻ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചിരുന്നു. പിന്നെ എന്നും അമ്മയ്ക്ക് ഉപ്പും തൈലവും തേനൊക്കെ കൊടുക്കും. അമ്മയുടെ മുറി പോയിരുന്ന് ഞാൻ ഉറക്കെ ബൈബിൾ വായിക്കും, കൊന്ത ചൊല്ലും. ഒന്നും അറിഞ്ഞിട്ടല്ല. എന്നിട്ടും അമ്മ എന്നോട് പറയും, നിൻ്റെ കുർബാന നന്നായിരുന്നു എന്ന് പറയും എന്നോട്. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന സമയമൊക്കെ അമ്മ മൗനമായിട്ട് കിടക്കും. അപ്പോൾ ഒച്ചയൊന്നും എടുക്കില്ല. അതൊരു ഭയങ്കര അത്ഭുതമായിരുന്നു. പിന്നെ എൻ്റെ ചേച്ചിയും ഈ വിശ്വാസത്തിൽ തന്നെ ജീവിക്കുന്ന ആളാണ്. പക്ഷേ അവൾ മാതാവിനോട് പ്രാർത്ഥിക്കുന്ന ആ ഒരു ഇതിലല്ല, ഈശോ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു അവൾ കാണാൻ വന്നപ്പോൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ 2 പ്ലാസ്റ്റർമാരെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കട്ടെ അമ്മയ്ക്ക് വേണ്ടി, ഈ അമ്മയ്ക്ക് കുറേ ചീത്തയുടെ കുഴപ്പമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, ഞാനിത് കൃപാസന മാതാവിന് കൊടുത്തേക്കണ കാര്യമാണ്, അമ്മ മാതാവ് ഇതിലിടപെട്ടോളും, വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി ഇങ്ങനെ നിർബന്ധിക്കുകയാണ്. അപ്പോൾ ചേച്ചി ഇങ്ങനെ നിർബന്ധിക്കുന്നതുകൊണ്ട് ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ആൾക്കും ഇത് വിശ്വാസമല്ല, ഇനി പുള്ളിക്കാരൻ വേണ്ടാന്ന് പറഞ്ഞാൽ അതൊരു കാരണമായിട്ട് പറയാലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ആൾ പറയാണ്, ആളുടെ അമ്മയല്ലേ, അപ്പോൾ ആൾ പറയാം വന്നോട്ടെ, പ്രാർത്ഥിക്കാൻ വന്നതല്ലേ, വന്നിട്ട് പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവരോട് വന്നോളാൻ പറഞ്ഞു. അവർ അങ്കമാലി എത്താറായപ്പോൾ എൻ്റെ ചേച്ചി വിളിച്ചു, ഞങ്ങൾ അങ്കമാലി എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഞാൻ വേഗം അമ്മയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു, അമ്മ എന്നോട് ക്ഷമിക്കണം, അവർ നിരന്തരം ഇങ്ങനെ പറയണോണ്ട് ഞാൻ സമ്മതിച്ചതാണ്. അവർ മാതാവിന് വിശ്വാസമില്ലാത്തവരാണ്. ഇവിടെ വരുമ്പോൾ മാതാവിനെ കുറ്റം പറയാനൊന്നും ഇടവരരുത്, എനിക്കത് ഭയങ്കര സങ്കടമാവും, എനിക്ക് ദേഷ്യം വന്ന് ചിലപ്പോൾ ഞാനും എന്തെങ്കിലും പറഞ്ഞു പോട്ടെ അമ്മേ, അതുകൊണ്ട് അങ്ങനെയുള്ള ഇടവരരുതെന്ന് ഞാൻ അമ്മയോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നു. വീട്ടിൽ കയറി വന്ന് ഞാൻ ചായ കൊടുത്ത് അവർ ഹാളിലിരുന്നപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ സിറ്റൗട്ടിലും ഹാളിലും റൂമിലും അടുക്കളയിലൊക്കെ കൃപാസന മാതാവിൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. അപ്പോൾ അവരെന്നോട് ചോദിക്കാം, മാതാവിന് ഭയങ്കര വിശ്വാസമാണല്ലേ എന്ന്. എനിക്ക് ഭയങ്കര ആവേശമായി. ഞാൻ പറഞ്ഞു, എനിക്ക് മാതാവിന് ഭയങ്കര വിശ്വാസമാണ്, ഭയങ്കര ഇഷ്ടമാണ്, ഞാൻ കൃപാസനത്തിൽ ഉടമ്പടി എടുത്താണ്, ഞാൻ സാക്ഷ്യം പറഞ്ഞതാണ്, എൻ്റെ ഉടമ്പടി ജീവിതമാണ്. അങ്ങനെ ഞാൻ മാതാവിനെ പുകഴ്ത്തി പറഞ്ഞപ്പോൾ അവരെന്നോട് പറയാം, മാതാവ് ദൈവമൊന്നുമല്ല, ദൈവം യേശു ആണെന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു, ആ യേശുവിൻ്റെ അമ്മയല്ലേ മാതാവ് എന്ന് ചോദിച്ചു. പിന്നെ അവരൊന്നും മിണ്ടില്ല. അപ്പോൾ അവർ പറയാം, നിങ്ങളുടെ അടുത്ത്, നിങ്ങൾ പറയുന്ന ആ അമ്മ നിങ്ങളുടെ അടുത്ത് തന്നെ നിൽപ്പുണ്ട്, ഭയങ്കര പ്രകാശമാണ് നിങ്ങളിരിക്കുന്നിടത്ത് നിന്ന്. അപ്പോൾ അമ്മ എൻ്റെ കൂടെ ഉണ്ട്, എൻ്റെ വീട്ടിലുണ്ടെന്ന് അമ്മ അവർക്ക് കാണിച്ചു കൊടുത്തു. പിന്നെ ഒരക്ഷരം പോലും അവർ പറഞ്ഞിട്ടില്ല. അങ്ങനെ പിന്നെ അമ്മയുടെ റൂമിൽ പോയിട്ട് അവർ പറഞ്ഞു, ഇതിങ്ങനെ കുറച്ച് നാൾ കിടക്കും, അതിൻ്റെ സമയമാകുമ്പോൾ അത് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് അവർ പോയി. പക്ഷേ ഇതുപോലെ തന്നെ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഞാൻ 8 നോമ്പെടുത്ത് എൻ്റെ അമ്മയ്ക്ക് വേണ്ടി നന്നായിട്ട് പ്രാർത്ഥിച്ചു. അമ്മ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെ ആരെങ്കിലും വേദനിപ്പിക്കുകയോ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാതാവ് ഈശോയോട് പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് മാപ്പ് കൊടുക്കണം, കഷ്ടപ്പെടുത്താതെ അമ്മയ്ക്ക് നല്ല മരണം കൊടുക്കണേ മാതാവേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. സെപ്റ്റംബർ 7-ാം തീയതി രാത്രിയായപ്പോൾ അമ്മയ്ക്ക് എന്തോ ഒരു മാറ്റം വന്ന പോലെ എനിക്ക് തോന്നി. അമ്മ വെള്ളം കൊടുത്തപ്പോൾ ഇങ്ങനെ ഇറക്കാത്തത് പോലെ ഒരു ബുദ്ധിമുട്ട് തോന്നി. ഞാൻ കൊന്ത ചൊല്ലി, വിശ്വാസ പ്രമാണം ചൊല്ലി, ബൈബിൾ എടുത്ത് വായിച്ച്, ബൈബിൾ കണ്ണടച്ച് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് യേശുവിൻ്റെ മരണമാണ്. ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, നാളെ അമ്മയുടെ മരണം സംഭവിക്കാൻ സാധ്യതയുണ്ട്, ഈശോയുടെ മരണമാണ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ സെപ്റ്റംബർ 8-ാം തീയതി 8 മണിയായപ്പോൾ അമ്മ പെട്ടെന്നാണ് 2-3 പ്രാവശ്യം ഇങ്ങനെ വലിച്ചു, അമ്മ മരിച്ചു. അപ്പോൾ അമ്മ മാതാവിൻ്റെ ജന്മതിരുനാളിൻ്റെ അന്നാണ് ഞങ്ങളുടെ അമ്മയുടെ മരണം വീട്ടിൽ സംഭവിച്ചത്. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, ഞാൻ ഇവിടുന്ന് എല്ലാ മാസവും ഞാൻ വന്ന് 3 കെട്ട് പത്രം വാങ്ങിക്കും. എൻ്റെ കൂടെ എൻ്റെ അയൽവാസിയും കൂട്ടുകാരിയുമായ സുശീല ചേച്ചിയും വരും. ഞങ്ങൾ ഒരുമിച്ചാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നതും പുതുക്കുന്നതും പത്രത്തിന് പ്രേക്ഷിത പ്രവർത്തനത്തിനൊക്കെ പോകണം.
ഞങ്ങൾ ഒരുമിച്ചാണ്. അപ്പോൾ ചേച്ചിയും മേടിക്കും 3 കെട്ട്, അങ്ങനെ ഞങ്ങൾ 6 കെട്ട് പത്രം കൊണ്ട് മെഡിക്കൽ കോളേജ്, തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകും. പിന്നെ ക്യാൻസറിൻ്റെ മാത്രം ഹോസ്പിറ്റലുണ്ട്, അവിടെ പോകും. അങ്ങനെ ഒരു ദിവസം ഞാൻ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു സഹോദരനെ കുറേ ആളുകൾ ചേർന്ന് മുറുകെ കൈയും കാലും പിടിച്ച് കട്ടിലിൽ കെട്ടിയിടുകയാണ്. ഒരു പെൺകുട്ടിയും അടുത്ത് നിന്ന് കരയുന്നുണ്ട്. അപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇവിടെ കുറേ നാൾ മുമ്പ് ഒരു ധ്യാനത്തിൽ നമ്മുടെ അച്ഛൻ പറയണ്ടായിരുന്നു, അച്ഛൻ്റെ പള്ളിയിലായിരിക്കുന്ന സമയത്ത് ഒരാളിങ്ങനെ വയലൻ്റായിട്ട് കൊണ്ടുവന്നപ്പോൾ അയാൾ ശല്യം ചെയ്തിട്ട് ആ കൂടെ വന്ന ആൾക്കാർ അയാളുടെ മേല് കയറി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ അച്ഛൻ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടേയിരുന്നു, അയാൾ ശാന്തനായിരുന്നു. അപ്പോൾ ഞാൻ സുശീലച്ചോട് പറഞ്ഞു, ചേച്ചി വിശ്വാസ പ്രമാണം ചൊല്ലി ചേച്ചി എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നു. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കി ഈശോയെ ഈ മകനെ ശാന്തമാക്കണമേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് ആ മകൻ അത്ഭുതകരമായിട്ട് അവൻ അങ്ങനെ ഒന്ന് ഉറങ്ങിപ്പോയി. അവരൊന്നും കൂടി അവൻ്റെ കയ്യും കാലും കെട്ടിയിട്ട് പറഞ്ഞു, ഞങ്ങൾ വെളുപ്പിന് വന്നതിൽ ഒരു ചായ കുടിച്ചിട്ട് വരട്ടേന്ന് പറഞ്ഞ് അവർ പുറത്തേക്ക് പോയി. ഇപ്പോൾ ഞാൻ ഓടിച്ചെന്ന് ആ മോളോട് ചോദിച്ചു, മോളെ ഇതാരാന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഹസ്ബൻഡാ ചേച്ചി, എന്ത് പറ്റിയതാണെന്ന് ചോദിച്ചു. അത് ആൾ മാറി രാത്രിയിൽ ഒരു അടി കിട്ടിയതാണ്, ഞരമ്പ് ചതഞ്ഞിട്ടുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വയലൻ്റ് ആവും, അപ്പോൾ ഇവിടെ കൊണ്ടുവരണതാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളെ ഞങ്ങൾ കൃപാസനത്തിൽ നിന്ന് വരുന്നതാണ്, ചേച്ചി ഉടമ്പടിയിലാണ് ജീവിക്കുന്നത്, എൻ്റെ കയ്യിൽ നേർച്ച വസ്തുക്കളെല്ലാം ഉണ്ട്. ഞാൻ ഈ കുട്ടിക്ക് പത്രം കൊടുത്തു, മാതാവിനെക്കുറിച്ചും ഇവിടെ നടക്കുന്ന ഓരോ അത്ഭുത സാക്ഷ്യങ്ങൾ, ജീവനുള്ള സാക്ഷ്യങ്ങളെക്കുറിച്ച് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, എൻ്റെ സാക്ഷ്യം പറഞ്ഞു. ആ മോൾക്ക് നല്ല വിശ്വാസമായി, ചേച്ചി വീട്ടിൽ പോയാൽ ഉടനെ തന്നെ ഞാൻ ആലപ്പുഴ കൃപാസനത്തിൽ പൊക്കോളാമെന്ന് ആ കുട്ടി എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോളെ എൻ്റെ കയ്യിൽ ഉടമ്പടിയുടെ സാധനങ്ങളുണ്ട്. ഞാൻ ആ കുട്ടിക്ക് ഉപ്പ്, ലോക്കറ്റ് എല്ലാം കൊടുത്തു. ഞാൻ ഒരു തുള്ളി തൈലം ഈ മോൻ്റെ നെറ്റിയിലൊന്ന് കുരിശ് വരച്ചോട്ടെ എന്ന് ചോദിച്ചു, പ്രാർത്ഥിക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ ആ കുട്ടി പ്രാർത്ഥിച്ചോ ചേച്ചി എന്ന് പറഞ്ഞു. പക്ഷേ എനിക്കൊരു പേടി, ഞാൻ തൊടുമ്പോഴെങ്ങാൻ അവരെഴുന്നേറ്റ് അവിടെയുള്ള എല്ലാവരും കൂടി എന്നെ പിടിച്ച് അവിടെ കെട്ടിയിടും, കാരണം അത്ര പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, മോളൊന്ന് തൊട്ട് നോക്കിയെന്ന് പറഞ്ഞു. അവൾ തൊട്ടപ്പോൾ ഒരു കുഴപ്പമില്ല. ഞാൻ മാതാവിൻ്റെ തൈലം വിശ്വാസ പ്രമാണം ചൊല്ലി ആ മോൻ്റെ നെറ്റിയിൽ കുരിശിട്ട് കൊടുത്തു. ഞങ്ങൾ കുറേ സമയം ആ വാർഡിൽ, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ളവർക്കറിയാം, അത്ര വലിയ വാർഡാണ്. ഓരോ കട്ടിലിൻ്റെ അടുത്തും പോയി ഞങ്ങൾ അവരോട് സുവിശേഷം പറഞ്ഞാണ് ഞങ്ങൾ പേപ്പർ കൊടുക്കുന്നത്, ഓരോരുത്തരുടെ സാക്ഷ്യങ്ങൾ പറഞ്ഞ്. അങ്ങനെ ഒരുപാട് മക്കൾ, ഞാൻ അവരുടെ ഫോൺ നമ്പർ വാങ്ങിക്കും, ഞാൻ അവരുടെ കാര്യങ്ങൾ അന്വേഷിക്കും. പിന്നെ എനിക്ക് വരുമാനമൊക്കെ വളരെ കുറവുള്ളൊരു ജോലിയാണ്, എന്നാലും എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കാറുണ്ട്. അങ്ങനെ അവർക്ക് അയച്ചു കൊടുക്കും. പറ്റുന്നവരെ കൊണ്ട് അവരെ കൊണ്ട് ഞാൻ ചെയ്യിക്കും. പിന്നെ അങ്ങനെ ഒരുപാട് മക്കൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുകയാണ്. തൃശ്ശൂർ ടൗണിലിരിക്കുന്ന പാവങ്ങൾക്ക് പൊതിച്ചോറ് കൊണ്ടുപോയി ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ പലരോടും ചോദിച്ച് ഞാൻ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല വസ്ത്രങ്ങൾ കളക്ട് ചെയ്തിട്ട് എനിക്ക് പരിചയമുള്ളൊരു കുട്ടി അനാഥാലയത്തിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ കുട്ടിയോട് പറഞ്ഞ് അവർ വന്ന് ഇവിടെ നിന്നല്ല, കോട്ടയത്താണ്, അവർ വന്ന് ആ ഡ്രസ്സുകൾ കൊണ്ടുപോയി അവർക്ക് കൊടുക്കും. പിന്നെ മക്കളൊക്കെ ഉണ്ടായിട്ട് ഉപേക്ഷിച്ച് കളഞ്ഞ കുറേ മാതാപിതാക്കൾ താമസിക്കുന്ന സ്ഥലമുണ്ട്. അവിടെ പോയിട്ട് അവർക്ക് ഞങ്ങൾ സിസ്റ്ററോട് ചോദിച്ചു, എന്താ സിസ്റ്റർ ഞങ്ങൾ ഇവർക്ക് വേണ്ടി ചെയ്തു തരണ്ടേ, ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവരട്ടെ എന്ന് പറഞ്ഞപ്പോൾ വേണ്ട, ഇവരെല്ലാവരും ഒരേ ഭക്ഷണം കഴിക്കുന്നവരല്ല, ഇവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ നോക്കി തന്നെ വേണം ഇവർക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യും, അങ്ങനെ നിർബന്ധമാണെങ്കിൽ കുറച്ച് സാധനങ്ങൾ വാങ്ങി തന്നാൽ എന്ന് പറഞ്ഞാൽ സിസ്റ്റർ ഒരു ലിസ്റ്റ് തന്നു. ആ ലിസ്റ്റ് പ്രകാരമുള്ള എല്ലാ സാധനങ്ങളും ഞങ്ങൾ വാങ്ങിക്കൊടുത്തു. 25 അമ്മമാരുണ്ട്. അമ്മമാർക്ക് കാല് ചവിട്ടാൻ ഒരു ചവിട്ടി വാങ്ങി തരുമെന്ന് എന്നോട് ചോദിച്ചു. ഞാൻ 25 അമ്മമാർക്കും ഞങ്ങൾ ചവിട്ടി വാങ്ങിക്കൊടുത്തു, കാലിരുന്നിട്ട് കാല് ചവിട്ടാനായിട്ട്. അങ്ങനെ ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന എല്ലാ തരത്തിലുമുള്ള സഹായങ്ങൾ. അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഉടമ്പടി ജീവിതം. ഉടമ്പടി എന്തിനാണ്? ഉടമ്പടി ജീവിക്കാനാണ്. ഞാൻ ഉടമ്പടിയിൽ ജീവിക്കുകയാണ്. ഞാൻ എൻ്റെ ഈശോയ്ക്കും മാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഈശോയുടെ ജീവിക്കുന്ന സാക്ഷിയായിട്ട് എൻ്റെ മരണം വരെ ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിക്കും. ഉടമ്പടി വഴിയാണ് ഞാൻ സ്ഥാനപ്പെട്ട് ജീവിക്കുന്നത്. അക്രൈസ്തവരായതുകൊണ്ട് മറ്റ് വേറെ ഒന്നും പറ്റില്ല. വീട്ടിലുള്ള ബുദ്ധിമുട്ടുകളും വീട്ടിലുള്ളവരുടെ കാര്യങ്ങളൊക്കെ നോക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അച്ഛന് ഈ കഴിഞ്ഞ ധ്യാനത്തിൽ തന്നെ അച്ഛൻ പറഞ്ഞു, നിങ്ങളുടെ വീട്ടിൽ ഒരാളെങ്കിലും തീക്ഷ്ണമായിട്ട് വിശ്വാസത്തിൽ നിന്നാൽ മതി, അതുവഴിയായിട്ട് കുടുംബം രക്ഷപ്പെടുമെന്ന്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയത്, അത് ഈ നമ്മുടെ അച്ഛൻ അനുദിന അനുഗ്രഹ പ്രാർത്ഥന, അതായത് മോളുടെ ബയോപ്സിക്ക് കൊടുത്തിട്ട് തിങ്കളാഴ്ചയാണ്, ചൊവ്വാഴ്ച അച്ഛൻ അനുദിന അനുഗ്രഹ പ്രാർത്ഥനയിൽ പറയുകയാണ്, ഒരു രോഗത്തെ ഭയന്നിരിക്കുന്നവരോട് ഈശോ പറയുന്നു ആ രോഗത്തോട് പോയി പണി നോക്കാൻ. അപ്പോൾ എൻ്റെ ചങ്ക് പൊട്ടിപ്പോയി, നെഞ്ച് പൊട്ടി, ഞാൻ അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞു. ഞങ്ങൾ ഭയന്നിരിക്കുകയാണ് ഒരു രോഗത്തെ. അത് തന്നെയാണ് അച്ഛൻ പറഞ്ഞത്. ആ ചൊവ്വാഴ്ച തന്നെ അച്ഛൻ ധ്യാനത്തിലും പറയുന്നു, കെ എന്ന അക്ഷരം ഈശോ കാണിക്കുന്നു. അത് ആ കെ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഏതാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ അവർ ഭയന്നിരിക്കുന്ന കാര്യം ഈശോ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് നമ്മുടെ അച്ഛൻ പറഞ്ഞു. ആ ധ്യാനം റിപ്പീറ്റ് ചെയ്ത് കേട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാവും അത്. അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിന് ഈശോയും മാതാവും തന്നിട്ടുണ്ട്. എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. ഇനിയുള്ള കാലവും ഉടമ്പടിയിൽ ജീവിച്ചുകൊണ്ട് നല്ലൊരു പ്രേക്ഷിതയായി ജീവിക്കുമെന്ന് ഞാൻ ഈശോയ്ക്കും മാതാവിനും വാക്ക് തരുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. സങ്കീർത്തനങ്ങൾ 68, 19, 20 തിരുവചനങ്ങൾ. അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ. ദൈവമാണ് നമ്മുടെ രക്ഷ. നമ്മുടെ ദൈവം രക്ഷയുടെ ദൈവമാണ്.
മരണത്തിൽ നിന്നുള്ള മോചനം ദൈവമായ കർത്താവാണ് നൽകുന്നത്. മിനി രാജൻ എന്ന ഈ സഹോദരി തൻ്റെ ഉടമ്പടി ജീവിതാനുഭവ സാക്ഷ്യമാണ് നമ്മളോട് പങ്കുവെച്ചത്. ഏതാണ്ട് 8ഓളം വിഷയങ്ങളാണ്, 8ഓളം മേഖലകളിൽ ലഭിച്ച മരിയൻ ഉടമ്പടി സൗഖ്യാനുഭവങ്ങളും ജീവിതാനുഗ്രഹങ്ങളുമാണ് സഹോദരി വാക്കിലൂടെ പങ്കുവെച്ചത്. ഈ സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത, അക്രൈസ്തവ മകൾ എത്ര കണ്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ഉടമ്പടി സ്നാനം സ്വീകരിച്ച് പരിശുദ്ധമ്മയ്ക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സ്വജീവിതം സമർപ്പിച്ചിരിക്കുന്നു എന്നതാണ്. സഹോദരിയുടെ വാക്കുകളിൽ കുടുംബത്തിൽ ഓരോരുത്തർക്കും ലഭിച്ച സൗഖ്യങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അത് കൃഷ്ണ എന്ന മകൾക്കുണ്ടായ സൗഖ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. സഹോദരിയുടെ ബ്ലീഡിംഗ് സംബന്ധമായ രോഗത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. സഹോദരിക്കുണ്ടായ മറ്റൊരു രോഗത്തിൻ്റെ സൗഖ്യത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. ആ വീടിനരികിൽ മഹാഗണി പോലെയുള്ള മരങ്ങൾ ഉണ്ടായിരുന്നത് മൂലം അനുഭവിച്ചിരുന്ന ക്ലേശങ്ങൾ, അത് ഒരു വാക്ക് പറയുക പോലും ചെയ്യാതെ അമ്മയുടെ അരികിൽ നിയോഗം എഴുതി സമർപ്പിച്ചപ്പോൾ 10-12 മരങ്ങൾ വീടിനോട് ചേർന്ന് നിന്നത് ഒരു വാക്ക് പോലും പറയാതെ അവരത് മുറിച്ചു നീക്കി വീടിന് സംരക്ഷണം നൽകിയതിനെക്കുറിച്ച് സൂചിപ്പിച്ചു. പിന്നെ മറ്റുള്ളവർക്ക് ഓരോ അവസരത്തിലും ഉടമ്പടി ജീവിതത്തിൽ പ്രാർത്ഥിച്ചവർക്ക് ലഭിച്ച സംരക്ഷണത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. പ്രത്യേകിച്ച് തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ വളരെ വയലൻ്റായിട്ടുള്ള ഒരു രോഗിക്കരികിൽ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുകയും ഉടമ്പടി തൈലം പൂശി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ വളരെ വേഗത്തിൽ ആ വ്യക്തി ശാന്തനായി തീർന്നതിനെക്കുറിച്ച് സഹോദരി സൂചിപ്പിച്ചു. അങ്ങനെ സൗഖ്യാനുഭവങ്ങളെ, ജീവിത മേഖലകളിൽ ലഭിച്ച സംരക്ഷണത്തിൻ്റെയും പ്രത്യേക ഇടപെടലിൻ്റെയും അനുഭവങ്ങളെയൊക്കെയും സഹോദരി തൻ്റെ വാക്കുകളിലൂടെ ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. പക്ഷേ നമ്മളെ വല്ലാതെ സ്വാധീനിക്കുന്നത് ആ ജീവിതത്തിൻ്റെ വിശ്വാസ വെളിച്ചമാണ്. എത്ര കണ്ട് അമ്മ മാതാവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നു, വിശ്വസ്തയോടുകൂടി ഉടമ്പടി ജീവിക്കുന്നു, ഉടമ്പടിയുടെ ഓരോ കാര്യത്തിലും എത്ര കണ്ട് അത് ദൈവാനുഭവത്തിന് കാരണമാകുമെന്ന ബോധ്യത്തോടു കൂടി ജീവിക്കുവാനും പങ്കുവയ്ക്കുവാനും പ്രഘോഷിക്കുവാനും സഹോദരിക്ക് ധൈര്യമുണ്ട്. അതിനുവേണ്ടി തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചിരിക്കുന്നുവെന്ന് വാക്കുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരികയാണ്. സഹോദരിയുടെ കാരുണ്യ പ്രവൃത്തികളെക്കുറിച്ച്, പ്രേക്ഷിത ജീവിതത്തെക്കുറിച്ച് വളരെ തെളിമയോടുകൂടി നമ്മളോട് പങ്കുവയ്ക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഉടമ്പടി ജീവിതം അത് കേവലം എന്തെങ്കിലും ചൊല്ലുന്നൊരു പ്രാർത്ഥനയുടെ ജീവിതമല്ലെന്ന്, ഉടമ്പടി ജീവിതം വ്യക്തമായും ദൈവസന്നിധിയിൽ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഉറപ്പോടുകൂടി കൊടുക്കുവാൻ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു, ഞാൻ ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു, ദൈവം ആഗ്രഹിക്കുന്ന വഴികളിലൂടെ എൻ്റെ ജീവിതത്തെ ഞാൻ നയിച്ചുകൊണ്ടിരിക്കുന്നുവെന്ന് ദൈവത്തിന് വിശ്വസിക്കുവാൻ പറ്റുന്ന വിധത്തിൽ എൻ്റെ ജീവിതത്തെ കൊടുക്കുന്ന ഒരു പ്രാർത്ഥനാ പ്രവർത്തന പദ്ധതിയാണെന്ന് ജോസഫ് അച്ഛൻ ആവർത്തിച്ച് നമ്മോട് പറയുന്നു. അതിൻ്റെ സാക്ഷ്യമാണ് ഈ മകൾ ഈ അൾത്താരയിൽ ഇപ്പോൾ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. പ്രിയമുള്ളവരെ, ഉടമ്പടി നമ്മളോട് ചോദിക്കുന്നത് എത്ര കണ്ട് ദൈവത്തിന് നമ്മളെ വിശ്വസിക്കുവാനാവും, എത്ര കണ്ട് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിൽ പതറാതെ ദൈവനാമത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഓരോരുത്തരും മുന്നേറിക്കൊണ്ടിരിക്കും, എത്ര കണ്ട് നമുക്ക് ലഭിക്കുന്ന സാഹചര്യങ്ങളിൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന വരുമാനങ്ങളിൽ, നമുക്ക് ലഭിച്ചിരിക്കുന്ന കുടുംബത്തിൻ്റെ നല്ല സാധ്യതകളിൽ മറ്റുള്ളവർക്ക് വേണ്ടി ദൈവസ്നേഹത്തോടുകൂടി കരുണയുടെ കരങ്ങളായി ജീവിക്കുവാൻ നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് ദൈവനാമത്തെ മഹത്വപ്പെടുത്തും. നമ്മൾ അല്പം മാത്രം കൊടുക്കുന്നവരാണെങ്കിൽ അല്പം മാത്രം സ്വീകരിക്കുന്നവരാകും. നമ്മൾ ഹൃദയം തുറന്ന് ജീവിതത്തിൽ ഉള്ളത് മുഴുവനും കൊടുക്കുവാൻ സന്നദ്ധമാകുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് വലിയ ദുരിതത്തിൽ നിന്നും കരം പിടിച്ച് കയറ്റുന്ന തമ്പുരാൻ്റെ സംരക്ഷണം ജീവിതത്തോട് ചേർത്ത് നമുക്ക് അനുഭവിക്കുവാനാവും. സഹോദരി തൻ്റെ കാരുണ്യ പ്രവൃത്തിയുടെ മേഖലകളെ വ്യക്തമായി നമ്മളോട് പറഞ്ഞു. എന്തും കൊടുക്കുവാൻ, എത്ര കണ്ടും സഞ്ചരിക്കുവാൻ, എത്ര സന്തോഷത്തോടു കൂടിയും മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്ന പ്രവൃത്തികളിൽ വ്യാപരിക്കുവാൻ സഹോദരി എത്ര കണ്ട് ജീവിക്കുന്നുവെന്ന് നമ്മളോട് ഓർമ്മപ്പെടുത്തി. അത് തന്നെ പ്രേക്ഷിത മേഖലയിലും സഹോദരി സൂചിപ്പിച്ചു. ഞാൻ മറ്റുള്ളവരോട് ഇറങ്ങിച്ചെന്ന് എൻ്റെ കർത്താവിനെക്കുറിച്ച് പറയുവാൻ, എൻ്റെ ഈശോ എനിക്ക് നൽകിയിരിക്കുന്ന വചനത്തിൻ്റെ ബോധ്യത്തിൽ സംസാരിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുമെന്ന് സഹോദരി സൂചിപ്പിച്ചു. ഒരമ്മ
മരണക്കിടക്കയിൽ ഏറെ നാളായി ദുരിതം അനുഭവിച്ച് പോകുമ്പോൾ കുടുംബത്തിൽ തന്നെ മറ്റൊരു സഭാവിഭാഗത്തിൽ നിന്ന് പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നവർ എങ്ങനെ ആ തൻ്റെ വിശ്വാസത്തെ അമ്മ മാതാവിലുള്ള ശരണത്തെ തിരിച്ചറിഞ്ഞുവെന്നും മറ്റൊന്നും പറയാതെ അവർ പോയതിനെക്കുറിച്ചും സഹോദരി സൂചിപ്പിച്ചു. സധൈര്യം മനുഷ്യൻ്റെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ ദൈവപിതാവിൻ്റെ മുമ്പിൽ ഞാൻ ഏറ്റുപറയുമെന്ന യേശു വചനത്തെ തൻ്റെ കുടുംബത്തിൽ ഏറ്റവും അപകടം പിടിച്ചൊരു സാഹചര്യത്തിൽ സധൈര്യം എങ്ങനെ പ്രഘോഷിച്ചുവെന്ന് സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. എത്ര കണ്ട് വചനം മാംസം ധരിച്ചൊരു ജീവിതമാണിത്. എത്ര കണ്ട് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഉടമ്പടി ജീവിതത്തെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി സ്വയം സമർപ്പിക്കുവാൻ തന്നെ സമർപ്പിച്ചിരിക്കുന്ന ഒരു ജീവിതമാണിത്. എത്ര കണ്ട് മറ്റുള്ളവരോട് ദൈവസ്നേഹത്തോടു കൂടി കരുണയെക്കുറിച്ച്, സമാധാനത്തെക്കുറിച്ച്, പ്രാർത്ഥനയുടെ ഫലസിദ്ധിയെക്കുറിച്ച് പറയുവാൻ പറ്റും വിധം സഹോദരി ജീവിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്ക് നമ്മുടെ ജീവിതങ്ങളെ പരിശോധിക്കാം, ഉടമ്പടി മേഖലകളെ പരിശോധിക്കാം. എവിടെയെങ്കിലുമൊക്കെ പിശുക്കുണ്ടെങ്കിൽ അത് തിരുത്തുവാൻ വേണ്ടി തീരുമാനിക്കാം. ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സുവിശേഷത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് കാരുണ്യ പ്രവൃത്തികളിൽ ബലം പ്രാപിച്ച് നമുക്ക് നമ്മുടെ ജീവിതം ഉടമ്പടിയിൽ കൂടുതൽ നമുക്ക് ഉറപ്പിക്കുവാൻ ശ്രദ്ധിക്കാം. സഹോദരി പറഞ്ഞതുപോലെ തന്നെ ഉടമ്പടി ഞാൻ ജീവിക്കുന്നു, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ പ്രേക്ഷിതയായി മരണം വരെ എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുവാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു. കാരണം എൻ്റെ അമ്മ മാതാവിൻ്റെ അരികിൽ വന്നത് മുതൽ എൻ്റെ ജീവിതം നിരവധിയായ അനുഗ്രഹങ്ങൾ കൊണ്ട് അമ്മയും തിരുക്കുമാരനും എന്നെ എപ്പോഴും എൻ്റെ കുടുംബത്തിൽ ജീവിത സാഹചര്യങ്ങളിൽ കൈപിടിച്ച് നടത്തുന്നുവെന്ന് നമുക്കും ഇത് സാധ്യമാണ്. നമ്മുടെ ജീവിത വിഷയങ്ങളിലും ദൈവികമായ തീരുമാനങ്ങൾ ലഭിക്കും. സന്തോഷത്തോടെ ഈ സാക്ഷ്യങ്ങളെ അമ്മ മാതാവിനും തിരുക്കുമാരനും സമർപ്പിച്ചുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക്